Hello everyone, my name is Arun. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു കുറച്ച് സെറ്റ് ഓഫ് വീഡിയോസ് നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു വേർ ഇറ്റ് ഈസ് ബേസിക്കലി ഫോർ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ്. അപ്പോൾ അവർ കുറേ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വെറുതെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. അപ്പോൾ മാത്സ് എക്സാം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഇതിൽ ഇരിക്കുന്ന സമയത്താണ് ഗവൺമെൻറ് പറഞ്ഞു ഓക്കെ ഈ ദിവസങ്ങളിലെ എക്സാം ആണെന്നുള്ളത്. എന്തായാലും ഒരു കാര്യം തീരുമാനമായി, ഗവൺമെൻറ് ഇസ് നോട്ട് ഗോണ ലീവ് യു ഗൈസ്. ഓക്കെ, എന്തായാലും അവർ എക്സാം നടത്തിയിട്ടേ അവർ വിടുള്ളൂ. സോ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫ്രം നൗ. ദാറ്റ് ഈസ് വൈ ഐ ഓൾസോ ടുക്ക് ആൻ ഇനിഷ്യേറ്റീവ്. എന്തായാലും നമുക്ക് ഒന്ന് ആഞ്ഞു പിടിക്കാം. ഓക്കെ, നമുക്കൊന്ന് എല്ലാ ഒരു ചാപ്റ്റേഴ്സിൻ്റെയും പ്രീവിയസ് ഒരു 5 year ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ബാറ്റിൽ കളിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ തോട്ട് ഓഫ് ലൈക്ക് ബ്രിങ്ങിങ് ഓൺ ദിസ് ബാറ്റിൽ അലോങ് വിത്ത് യു ഗൈസ്. This is basically called HSS Battleground. Okay, ഈ സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ആവും. ബിക്കോസ് നിങ്ങൾ ഒരു ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഒരു സെർട്ടൺ പീരീഡ് വരെ വെറുതെ ഡോർമെൻ്റായിട്ട് വെറുതെ ഇരുന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു നോ ദാറ്റ് ഓക്കെ യു ഹാവ് ഡൺ ദിസ്, യു ഹാവ് ഡൺ ദാറ്റ്, ഓക്കെ ഐ നോ എവറിഥിങ്. പക്ഷേ നൗ ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ഓർ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു നോ യുവർ സെൽഫ് ദാറ്റ് വേ യു ആർ. ഇപ്പം സബ്ജക്റ്റിനെ കുറിച്ച് അറിയാമോ ഇല്ലയോ അല്ലെങ്കിൽ എത്രമാത്രമാണെന്നുള്ള ഒരു കറക്റ്റ് ഇവാലുവേഷൻ ഓഫ് യുവർ സെൽഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോസ് ഹെൽപ്പ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, യുവർ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇൻഫാക്ട് 5 year ക്വസ്റ്റ്യൻ പേപ്പർ ഓൾ ടുഗദർ നിങ്ങളെ ബോർഡ്സും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഓൾ ടുഗദർ ഒരു 10 papers 5 yearന് നിങ്ങൾ 10 papers സോൾവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും. And also most important questions based on that particular chapter. അപ്പോൾ chapter by chapter wise ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ ഫാൻസി ഒന്നുമില്ല. What you need to do is that you just need to just pause the video, just start doing it, and I will tell you because നമുക്ക് പല സ്ഥലത്തു നിന്നും നമുക്ക് HSSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കീയോ അല്ലെങ്കിൽ ഇത് കറക്റ്റാണോ ഇല്ലയെന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും അത് കിട്ടാറില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ദാറ്റ് ഈസ് വൈ ഐ തോട്ട് ഓഫ് എന്തായാലും ഒന്ന് ചെയ്ത് കളയാം. ഓക്കെ, ബിക്കോസ് ഇഫ് യു ഗൈസ് വോണ്ട് ഹൗ കുഡ് ഐ റെസിസ്റ്റ് മൈ സെൽഫ്, എന്തായാലും നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ വിത്തൗട്ട് മച്ച് ഡിലേഡ് ഹിയർ വി ആർ ഗോണ സ്റ്റാർട്ട് വിത്ത് അവർ ബാറ്റിൽ ഗ്രൗണ്ട്. ഓക്കെ, HSS Battleground. This one we are gonna fought it very courageously. Okay, let's score good marks this year. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറയുകയാണ്, ജസ്റ്റ് ടേക്ക് സം പീസ് ഓഫ് പേപ്പർ, പിന്നെ ഒരു പേനയും, പിന്നെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോർ ഷുവർ. ഓക്കെ, അത് കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് തുറന്ന് നോക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്, ജസ്റ്റ് കീപ്പ് ഇറ്റ് വിത്ത് യു. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക. നൗ ട്രൈ ബൈ യുവർ സെൽഫ്, ദെൻ ഗെറ്റ് ബാക്ക്. ഐ വിൽ റൈറ്റ് ഓൾ ദി ആൻസേഴ്സ് എവറിഥിങ്. അത് ചെക്ക് ചെയ്യുക ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന്. ഇഫ് നോട്ട് then go back. I will give the reference page also. Okay, എവിടെ നിന്നാണ് അത് എടുത്തതെന്നുള്ളതും കൂടെ ഞാൻ പറയാം. അപ്പോൾ if you have any doubt, just go back and refer it and you write the answer or study it. Fine. Now the other thing is, നമുക്ക് ഇവിടെ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് റെഫറൻസ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ I will give you hints, I will give you tips for finding that one. Just try doing it. And I will also give the answer for that. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ വന്നിട്ട് I just want to give a question which you guys try. Okay, നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഇടണം, മസ്റ്റ്. ദാറ്റ്സ് ആക്ച്വലി ദ ചലഞ്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ ഇതിനകത്ത് എന്ത് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നാലും യു ക്യാൻ ആസ്ക് മീ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, ത്രൂ ഓൾ ദ മീഡിയാസ് യു ഗൈസ് നോ ലൈക്ക് ലോട്ട് ഓഫ് everything. Like I have been like giving it എവറി സിംഗിൾ ടൈം എന്തൊക്കെയാണ് മൈ അക്കൗണ്ട്സ് ആൻഡ് ഓൾ. ഓക്കെ, അവിടെയൊക്കെ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നുള്ളതാണ്. ഫൈൻ. നൗ എന്തായാലും നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ 2019 സേ എക്സാം ദെൻ. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ നമ്മളെ ക്വസ്റ്റ്യൻ ലൈക്ക് സേവ് 2019 ക്വസ്റ്റ്യൻസ്. ഫൈൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക, ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് ബൈ യുവർ സെൽഫ്. Okay dear, now if you have done it, now we will check it with what I have it with me. Okay, ഞാൻ എല്ലാത്തിൻ്റെ റെഫറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. I will just guide you with that. Okay,
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0 to 2 e raised to x dx ആണ് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. അതും നമുക്ക് ചെയ്യേണ്ടത് ലിമിറ്റ് ഓഫ് എ സം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് ഓഫ് ദ സം ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ജസ്റ്റ് ലീവ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. അവർക്ക് എന്തോ ഭയങ്കര പാട് പോലെയാണ് അത് തോന്നൽ. ഇറ്റ്സ് പ്രിറ്റി ഈസി. കുറച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. ഡോണ്ട് വെറി ടു മച്ച് അബൌട്ട് ഇറ്റ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് വന്നിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എവിടെയാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സാമ്പിൾ 26 അത് വേണമെങ്കിൽ പേജ് നമ്പർ 334 ഓക്കെ 334 ചോദിച്ചതാണ്. പേജിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഓക്കെ, നൗ if you want to give me the answer for this one, ഓക്കെ, നിങ്ങൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ e² - 1 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഫൈൻ, ഇതാണ് ഫസ്റ്റിൻ്റെ ആൻസർ. വളരെ ഈസിയാണ്. ഒന്ന് നോക്കുക, റെഫർ ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് കിട്ടും. ഫൈൻ. ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പർപ്പസും കൂടെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമായിരിക്കും, പക്ഷേ ഇതിൻ്റെ ആൻസേഴ്സ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എവിടെ നിന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അവർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് വാച്ച് ദ എൻറ്റയർ വീഡിയോ. ഓക്കെ, ഡു ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഫൈൻ ഡിയർ. ഓക്കെ, ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ ചോദിച്ചത്? ഇവാലുവേറ്റ് 0 to π/2 കോസ്, എന്താണ് ക്വസ്റ്റ്യൻ? 0 to π/2 നമ്മൾ കോസ് 2x dx, അതാണ് നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആയിരുന്നാൽ പോലും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇത് ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ഹാവ് ഓൾറെഡി ലൈക്ക് they just took it from the NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 മാർക്സിൻ്റെ. ഫസ്റ്റ് വൺ വന്നിട്ട് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് എക്സസൈസ് 7.9 ഓക്കെ, 7.9. അതിനകത്ത് 5th ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 0. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളെ തേർഡ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, തേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻറ്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ എന്താ? ഞാൻ ജസ്റ്റ് ഹിൻഡ് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ലൈക്ക് 3x - 1 അല്ലേ, ബൈ x - 1, x - 2, x - 3. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ്? a by x - 1 പ്ലസ് b by x - 2 പ്ലസ് c by x - 3, റൈറ്റ്? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നതാണ് ഇതിൻ്റെ ആൻസർ. ആൻഡ് ഇഫ് യു വോണ്ട് മീ ടു റൈറ്റ് ദി ആൻസർ, ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: log x - 1 minus 5 log x - 2, okay, x - 2 plus 4 log x - 3 plus c ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, log x - 1 minus 5 log x - 2, ഇത് ഇവിടെ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ, ആവശ്യമില്ല. ഓക്കെ, x - 2 plus 4 log x - 3 is the answer for this particular question. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇത് എ ആണ്, ഇത് എ ആണ്. അടുത്ത ബി ഉണ്ട് അല്ലേ ഇതിൻ്റെ കൂടെ തന്നെ. ബി എന്താ ചോദിച്ചിരിക്കുന്നത്? ബി e raised to x ex, e raised to x sin x, e raised to x sin x. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ ഡിയർ. പാർട്സ്, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ ആൻസർ എന്താ? അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഇവിടെ എഴുതാം കേട്ടോ. അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ e raised to 2x by 5 and 2 sin x minus cos x ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, 2 sin x cos x ആണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് എവിടെ കിടക്കണം എന്നറിയണം.
ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണെന്നറിയോ? ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് 7.5 7.5 ക്വസ്റ്റ്യൻ നമ്പർ 3 ഇസ് ദിസ് ക്വസ്റ്റ്യൻ. ഏതാ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സസൈസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതോ ദിസ് ഇസ് ഫ്രം എക്സസൈസ് 7.6. ഓക്കെ, 7.6 21st ക്വസ്റ്റ്യൻ. 21st ക്വസ്റ്റ്യൻ ഈസ് എക്സാക്ട്ലി യുവർ നിങ്ങളെ മൂന്നാമത്തെ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് എവിടെ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതെല്ലാം കിട്ടിയില്ലേ? ഫൈൻ. ആൻഡ് ദ ഹിൻറ്റ് ദിസ് വൺ ഇസ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. അതിൻ്റെ ആൻസർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് നീഡ് ടു ഗെറ്റ് ഇറ്റ്. ഫൈൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഐ ഡോണ്ട് നീഡ് ടു ലൈക്ക് ലാഗ് ഇറ്റ് ടു മച്ച്. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ വീഡിയോ തീർക്കാനും പറ്റും, നിങ്ങൾക്ക് കാണാനും പറ്റും. ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുകയും വേണം. ദാറ്റ്സ് മെയിൻ തിങ്. ഓക്കെ, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടുതലും കാണുന്നത് ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ ചാപ്റ്റേഴ്സാണ്. അപ്പം വൈ കാൻ ബി ഫിനിഷ് ദാറ്റ് വൺ? ഓക്കെ, ആൻഡ് ഗെറ്റ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ദെൻ, അല്ലേ? യെസ്. അപ്പം നമുക്ക് അടുത്ത മാർച്ച് 2019 ഒന്ന് ചെക്ക് ചെയ്താലോ? അപ്പോൾ മാർച്ച് 2019 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ്. അപ്പോൾ ജസ്റ്റ് ഓരോന്നോരോന്ന് വായിച്ചു നോക്കുക. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ പൗസ് ചെയ്യുക. ദെൻ ഡു ബൈ യുവർ സെൽഫ് ഓൾ ദ ക്വസ്റ്റ്യൻ മാർച്ച് 2019. Then come back. We will just start discussing about how these ones they have done, or you need to do it. Fine. എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. Pause it. Okay, then once you have done it, we will start doing this one. Do our tricks like, okay, now we March 2019. Okay, first question എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ first question A, if integral f of x dx is equal to log tan x plus c ആണെങ്കിൽ, ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒരു ഹിൻഡ് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് എ. ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ലോഗ് ടാൻ എക്സ് പ്ലസ് സി എന്നാണ് തന്നിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കാം. വളരെ ഈസിയാണ്. ഓക്കെ, ഇത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോക്കുക, ഇവിടെ ലോഗ് അല്ലേ, ലോഗ് മോഡ് ടാൻ എന്നാണ് വരുന്നത്. ലോഗ് ടാൻ എന്ന് വെച്ചാൽ ടാൻ താഴെ വരണം എഫ് ഓഫ് എക്സ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ താഴെ ടാനും വരണം, താഴെ ടാനും വരണം, മേളിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ ടേമും വരണം. എന്ന് വെച്ചാൽ എന്താണോ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ, ടാനിന് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? sec square x. സോ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് മൈ എഫ് ഓഫ് എക്സ്. ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ബട്ട് ഈസി അല്ലേ? ഇപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് ലോഗായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇതിൻ്റെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻസിയേഷനാണ് നമുക്ക് മേളിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ dy by dx ആണ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ മേളിൽ, ദെൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ലോഗ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കണം, എന്നിട്ടേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇറ്റ്സ് വെരി ഈസി, റൈറ്റ്? യെസ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ചില പേര് വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യും. എങ്ങനെയാണ്? ഇപ്പം 1 ബൈ സീക്കിന് വേണമെങ്കിൽ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം, ബൈ ടാനിന് നമുക്ക് എന്ത് എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു കോസും ഇവിടെ നിന്നൊരു കോസും ക്യാൻസലായിപ്പോയി. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ബൈ കോസ് എക്സ് ഇൻറ്റു ഇതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇറ്റ്സ് ഗോണ ബി 1 ബൈ സൈൻ എക്സ് എന്ന് വരും. ഇതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 ബൈ സൈൻ എക്സ് ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ് കോസ് എക്സ് എന്ന് വേണമെങ്കിലും എനിക്ക് എഴുതാം എഫ് ഓഫ് എക്സ്. ഇതിനെയും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇത് തന്നെ കിട്ടും. സോ ദിസ് ഇസ് ഇനഫ്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? പെട്ടെന്ന് എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇനി ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഇവാലുവേറ്റ്. ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല കേട്ടോ, ഫസ്റ്റ് വൺ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കില്ല. പക്ഷേ നമ്മളെ സേവ് 2009 ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും, ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ എവറി ക്വസ്റ്റ്യൻ ദേ ഹാവ് ആസ്ക്ഡ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണ് ചോദിച്ചത്. അതും എക്സാമ്പിൾസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പല ക്വസ്റ്റ്യൻസും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ജസ്റ്റ് നീഡ് ടു പ്രാക്ടീസ് ഓൾ ദ എക്സാമ്പിൾസ്. എല്ലാ എക്സാമ്പിളും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ അതിൻ്റെ ബി പാർട്ട് എന്താ? ബി പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 4x സ്ക്വയർ dx. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ.
ചോദിക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യാനാണ്, ഇൻറ്റഗ്രേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. എവിടെയാണെന്നറിയോ? എക്സസൈസ് 7.4 around like second question നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ യു വിൽ ഗെറ്റ് ടു സീ സംതിങ് സിമിലർ ടു ഇറ്റ്. അപ്പോൾ സിമിലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് കഴിഞ്ഞ ശേഷം ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രിറ്റി ഈസി. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ഇതിനെ 4നെ വെളിയിലോട്ട് എടുക്കണം, അങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് ആ ഒരു എക്സസൈസിൻ്റെ അതേ ഞാൻ പറഞ്ഞ ഈ സിമിലർ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്ന് എടുത്ത് അതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോക്കാം, ഇല്ലെങ്കിൽ പല സ്ഥലത്തും റെഫർ ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ 4 കിടക്കാൻ പാടില്ല, ആ 4 നമുക്ക് വെളിയിലെടുക്കണം. അപ്പോൾ 1 മൈനസ്, അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയണം നമ്മൾ എന്താ അതിനകത്ത് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ 1 മൈനസ്, അപ്പോൾ ഇതെടുത്തു. ഇവിടെ 1ൽ 4 ഇല്ലാത്തതുകൊണ്ട് 1/4 ആവും. 4 വെളിയിൽ പോയി, ദാറ്റ് ഇസ് x². ഇനി നമുക്ക് ഈ 4ൻ്റെ റൂട്ടിൽ നിന്ന് വെളിയിലെടുക്കണം, ദാറ്റ് വിൽ ബി 2. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് ഫോമുലയുണ്ട്, അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയല്ലോ അല്ലേ, ഫസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞു തന്നു. സെക്കൻഡ് ആൻസർ നമുക്കിവിടെ എന്താ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ലോഗ് മോഡ് 2x പ്ലസ് 1 മൈനസ് 4x² പ്ലസ് c എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ, ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ദിസ് പെർട്ടിക്കുലർ ആൻസർ ഡിയർ. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ബിൻ്റെ ആൻസർ. അടുത്ത ഇപ്പോൾ സെക്കൻഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇഫ് 2x പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x പ്ലസ് 4 is equal to a ആണെങ്കിൽ then 2x plus b 2x plus 3 plus b ആണെങ്കിൽ find what is a and what is b. എയും ബിയും കണ്ടുപിടിക്കുക. 2x plus 4 into a into ഇതും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തില്ല കേട്ടോ, പക്ഷേ ഇത് കണ്ടുപിടിക്കാം. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിലൊക്കെ മിക്കവാറും ഇത് ചെയ്യുന്നതല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുക? അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ചെക്ക് ചെയ്യുക, അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയും പറ്റും കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പൊതുവേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ജസ്റ്റ് നീഡ് ടു മൾട്ടിപ്ലൈ ഇൻസൈഡ്. ഏതാണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പം എ വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ 2ax പ്ലസ് ഇത് വന്നിട്ട് 3a പ്ലസ് ബി. ഫൈൻ. ഇനി നമുക്ക് എക്സ് കോയിഫിഷ്യൻ്റ്, എക്സിൻ്റെ കോയിഫിഷ്യൻസ് നമ്മൾ എടുത്താൽ ഇവിടെ 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കോയിഫിഷ്യൻ്റ് ആണ് എക്സിൻ്റെ. അപ്പോൾ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തല്ല, അപ്പോൾ ഈക്വൽ ടു 2 ദെൻ യുവർ 2a. അപ്പോൾ എ എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു 2/2 വിച്ച് ഈസ് 1. എ 1 എന്ന് കിട്ടിയോ? യെസ്. ഇനി അടുത്ത ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോൺസ്റ്റൻസ് എടുത്തു. കോൺസ്റ്റൻ്റ് എടുത്തപ്പോൾ 4 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ ഐ ഹാവ് 3a പ്ലസ് ബി. നമുക്ക് ബി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 3a ഇപ്പുറത്ത് പോയി, അപ്പോൾ 4 മൈനസ് 3a. അപ്പോൾ 4 മൈനസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വി ഫൗണ്ട് ഇറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ വന്ന് വരും 3. സോ ദാറ്റ് ഈസ് അഗെയിൻ 1. അപ്പോൾ എ എന്ന് വെച്ചാൽ 1ഉം ബി എന്ന് വെച്ചാൽ 1ഉം ആണ് ദ ആൻസർ ഫോർ മൈ വിച്ച് ക്വസ്റ്റ്യൻ? ദ സെക്കൻഡ് എയിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 and 1 ആണ്. ഫൈൻ. ഐ തിങ്ക് ലൈക്ക് ദീസ് വൺസ് ആർ ഓൾ വെരി ഈസി. ഇതെല്ലാം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത മൂവ് ഓൺ ചെയ്യാനുള്ളത്. ദിസ് ഇസ് ആക്ച്വലി 2019 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ട്യൂഷൻ സെയിം ആണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, പക്ഷേ ഇതുവരെയും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഇതെല്ലാം അതിൻ്റെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അവർ 2019 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ ബി നോക്കുകയല്ലേ, എന്ത് കിട്ടും? ബീൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്താ കിട്ടിയേ? ബി ഇൻ്റഗ്രൽ 2x പ്ലസ് 4 ബൈ x² പ്ലസ് 3x പ്ലസ് 1. അതെങ്ങനെ ചെയ്യേണ്ടേ? നമ്മളെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് അത് എൻ്റെ വെച്ച് തന്നെ ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതിൻ്റെ ആണെങ്കിൽ യുവർ ആൻസർ ഇസ് ഗണ ബി ദിസ്. എന്താ പറയുക? ലോഗ് യുവർ x² പ്ലസ് 3x പ്ലസ് 1 പിന്നെ 1/5 ലോഗ് ഇതിനകത്ത് 2x പ്ലസ് 3 മൈനസ് √5 by 2x plus 3 plus √5.
Yeah, this is your answer for this one, dear. Okay, ഇപ്പം ഇതെല്ലാം ഞാൻ ഒന്ന് ആൻസർ കീ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ട് ഞാനൊരു ആൻസർ കീ ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ സെയിം തിങ്. ഫൈൻ, ഓക്കെ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യാ, ഓക്കെ ദെൻ. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽ ആണ്. ഈ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ 3ഉം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് വന്നിട്ട് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? നമ്മൾ 0 to π/2 sin x by sin x plus cos x dx അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹിൻഡ് പറഞ്ഞുതരാം. 0, ഇത് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് എ, 0 to π/2 sin x by നമ്മൾ sin x plus cos x dx. ഇത് നമുക്കറിയാം പ്രോപ്പർട്ടി 4. എന്താ നമ്മൾ പ്രോപ്പർട്ടി 4? 0 to a f of x dx is equal to 0 to a തന്നെ f of a minus x dx വെച്ച് ചെയ്യണം. ഓക്കെ, അത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും ഫോർ ഷുവർ. ആൻഡ് ദ ആൻസർ ഹിയർ ഇസ് π/4. ഓക്കെ, ആൻസർ π/4 ആവും. നൗ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സസൈസ് പ്രോപ്പർട്ടീസ് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ക്രാക്ക് ദിസ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് വെരി ഈസി. ഇവിടെ ലാസ്റ്റിലത്തെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വരും. 2i is equal to π/4 2 എന്ന് പറഞ്ഞു വരും. I is equal to π/4 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതിയിട്ട് നമുക്ക് ദാറ്റ് ഈസ് ഗോണ ബി ദ ആൻസർ ഫോർ ദിസ് തേർഡ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിരിക്കണം. ഇത് ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നതാണ്? 0 to π/2 ആയിരിക്കണം. π/2 ആയിരുന്നാൽ മാത്രമേ യു ക്യാൻ ചേഞ്ച് ദ സൈൻ എക്സ് ടു കോസ് എക്സ്. ഇവിടെ കിടക്കുന്ന സൈൻ എക്സിനെ കോസ് എക്സും കോസ് എക്സിനെ സൈൻ എക്സും ആക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ഐ ആയിട്ട് എടുത്തിട്ട് നമുക്ക് അതിന് ചേഞ്ചായി വരുന്നതിനെ ഐ ആയിട്ട് എടുത്ത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇഫ് യു നോ ഇറ്റ് ദെൻ ഷുവർ യു ക്യാൻ ഡു ഇറ്റ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഈസി. പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഡു ദാറ്റ് വൺ. ഓക്കെ, ചെയ്യണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ബി, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബിനകത്ത് എന്താ പറയുന്നത്? -π/2 to π/2 sin raised to 7 dx. അപ്പോൾ ഇതിനകത്തും പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് ഇല്ല ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിനകത്ത്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അറിയാം f of x is equal to sin raised to 7. ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ് sin x whole raised to 7 എന്ന് എഴുതാം. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ നിങ്ങൾ ലിമിറ്റ് നോക്കുക, ഫ്രം -π/2 to π/2. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ -2 പ്ലസ് ആണ്. അപ്പം ഒരേ വാല്യൂസും ദെൻ ദ സൈൻ ഇസ് ചേഞ്ച്ഡ് അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ യു ഹാവ് പ്രോപ്പർട്ടി ലൈക്ക് ഈവൻ ആണെന്നോ അല്ലെങ്കിൽ ഓഡ് ആണെന്നോ, ഓഡ് അല്ലെങ്കിൽ ഈവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വാല്യൂ എഴുതാം. ഓഡ് ആണെങ്കിൽ നമുക്ക് 0 എന്ന് നമുക്ക് ആൻസർ കൊടുക്കാം. മറ്റേതാണെങ്കിൽ വി ഹാവ് 2 into root like 0 to a f of x dx എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് എഴുതി നമുക്ക് വാല്യൂസ് എഴുതാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് നമുക്കിതുണ്ട്. വാട്ട് ഈസ് എഫ് ഓഫ് -x എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ -x അകത്തിടുമ്പോൾ എന്ത് പറ്റും നോക്കിയേ? സൈൻ ഓഫ് -x ഹോൾ റേസ് ടു 7. ഈ സൈൻ ഓഫ് -x എന്ന് വെച്ചാൽ എന്താ? വെളിയിലോട്ട് ഒരു മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. എന്നിട്ട് റേസ് ടു 7 ആയതുകൊണ്ട് ഇപ്പം ഈവൻ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ പോസിറ്റീവ്. എന്ന് വെച്ചാൽ ഈവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 8ഓ 6ഓ 4ഓ ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ 7 ആയതുകൊണ്ട് 7 ടൈംസ് എന്ന് വെച്ചാൽ ഒരു മിച്ചമാവും. ദാറ്റ് ഈസ് 1 മൈനസ് ഹിയർ. അപ്പോൾ ഇത് വാട്ട് ഐ ആം ഗെറ്റിംഗ് ഹിയർ? എഫ് ഓഫ് -x ഇടുമ്പോൾ വാട്ട് ഐ ആം ഗെറ്റിംഗ് ഹിയർ? -f of x. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഫംഗ്ഷൻ? ദിസ് ഫംഗ്ഷൻ ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാം. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ എന്താ ആൻസർ എന്ന് പറഞ്ഞത്? ആൻസർ ഇസ് 0. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. ചെയ്യാൻ വേണ്ടി പറ്റും. ചെയ്ത് നിങ്ങൾക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ വക ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് ഗോണ ബി വെരി വെരി ക്രൂഷ്യൽ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, നിങ്ങൾ എക്സാമിന് പെട്ടെന്ന് തലയിൽ വരണമെന്നില്ല. അതുകൊണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ അതെല്ലാം ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഫൈൻ. ഇനി അടുത്ത് വന്നിട്ട് സിയിൽ എന്താ പറയുക? സി ഈസ് വെരി വെരി ഈസി ഡിയർ.
ഇത് ഞാനൊന്നും ചെയ്തു തരില്ല, ഞാൻ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്ന്. ഏതാണ്? ബൈ പാർട്സ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരച്ച് വേണം ചെയ്യാൻ. നിങ്ങളെ യു വി അങ്ങനെയാണ് എടുക്കണമെങ്കിൽ അങ്ങനെ യു വി വെച്ചിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ദ ഫസ്റ്റ് വൺ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് ദ സെക്കൻഡ് വൺ. അതിപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ വേണമെങ്കിൽ എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഐലേറ്റ് വെച്ച് ചെക്ക് ചെയ്യുക. ഐലേറ്റ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് എക്സ് എന്താ നമ്മളെ ഓൾജിബ്രായിക് ആണ്, ഇത് എന്താ നമ്മളെ ട്രിഗ്നോമെട്രിക് ആണ്. അപ്പോൾ ഓൾജിബ്ര ഫസ്റ്റ്, അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. എന്നിട്ട് ഫസ്റ്റ് ടേം ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് യുവർ സെക്കൻഡ് ടേം മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളാണ് കേട്ടോ. ഇൻ്റഗ്രേഷൻ ഓഫ് യുവർ സൈൻ 3x dx. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകും അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഡി എക്സ് അതിൻ്റെ വെളിയിൽ ഒരു ഡി എക്സും കൂടെ. അങ്ങനെയാണ് നമ്മൾ ഫോർമുലയ്ക്ക് എഴുതി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ യു നീഡ് ടു നോ ലൈക്ക് വാട്ട് യു ആർ ഗെറ്റിംഗ്. ഇവിടെ എല്ലാം ഞാൻ ആൻസർ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുക? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ലാസ്റ്റിൽ കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചതേ ഉള്ളൂ. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് എക്സസൈസ് 7.6 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റെഫർ ബാക്ക് ടു ദ വീഡിയോ, യു വിൽ ഗെറ്റ് ഇറ്റ് ക്ലിയർലി. ഇഫ് യു ഡോണ്ട് നോ ഇറ്റ് ജസ്റ്റ് പ്ലീസ് ലേൺ ഇറ്റ്. ഓക്കെ, എന്തായാലും പഠിച്ചോളുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാണോ കിട്ടിയെന്ന് നോക്കിയാൽ ആൻസർ -x/3 cos 3x plus 1/9 sin 3x plus c. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നോട്ട് യുവർ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് യുവർ ആൻസർ. ഇതാണ് നിങ്ങളുടെ ആൻസർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് ഇസ് യുവർ റെഫറൻസ് പ്ലേസ്. സോ അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്, ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ആ കൂടെ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് 2019 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് check all these things, then verify it. If not, then go ahead and find the answer and do it yourself. അപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഫൈൻ, ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത 2018 സേവ് എക്സാം ഒന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് 2018 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ AB ഉണ്ട്, അതേപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യനും AB ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി, നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പോൾ അപ്പോൾ നിങ്ങൾ ആദ്യം ഫസ്റ്റ് പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. അതിനുശേഷം നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഡിസ്കസ് വൺ ബൈ വൺ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ ഇൻ്റഗ്രേഷൻ f(x) ഫസ്റ്റിനകത്തുള്ള a, ഓക്കെ, ബൈ x² + 1 dx ആണ് നമ്മളെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് ഈക്വൽ ടു log mod s² + 1 + c എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. പ്ലസ് c എന്ന് തന്നിട്ടുണ്ട്. വാട്ട് യു ആർ സപ്പോസ് ടു ഫൈൻഡ് f(x) വേണം ഇതിനകത്ത് കണ്ടുപിടിക്കാൻ നമുക്ക്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലും തന്നിട്ടില്ല. ഇപ്പോൾ നോക്കി ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് x² + 1 ആണ് ഇവിടെ ലോഗിനകത്ത് വരുന്നത്. എന്നിട്ട് അത് ഓൾറെഡി ഇവിടെ ഉണ്ട് താഴെ. അപ്പോൾ അതിൻ്റെ മേളിൽ എന്ത് വരണം? ദ ഡിഫറൻസിയേഷൻ ഓഫ് ഇറ്റ്. സോ വാട്ട് വിൽ ബി ദ ഡിഫറൻസിയേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്? ദാറ്റ് ഈസ് ഗോണ ബി, ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ? 2x. അപ്പോൾ 2x അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോണ ബി ലോഗ്, ഇതിൻ്റെ ഫുള്ളിൻ്റെ ഡിഫറൻസിയേഷനാണ് log x. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജസ്റ്റ് ബി പെർട്ടിക്കുലർ വിത്ത് ദിസ്. f(x) ചോദിച്ചു കഴിഞ്ഞാൽ f(x)ൻ്റെ ആൻസർ എഴുതണം. അപ്പോൾ ഇവിടെ f(x) ഏതാ? f(x) is 2x. ഓക്കെ, ഫുള്ളായിട്ട് എഴുതി വെക്കില്ല, ദാറ്റ് ഇസ് റോങ്. ഓക്കെ, f(x) ആണ് ഇവിടെ ചോദിച്ചിട്ട്. അപ്പോൾ f(x) ആണ് മുകളിൽ കിടക്കണമെന്ന് പറഞ്ഞു, അതാണ് 2x. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ദിസ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ, ഇത് വന്നിട്ട് ബി നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ തന്നെ. അതിനകത്ത് ഇൻ്റഗ്രൽ x(e⁻x) dx. ഇതിനകത്ത് ഞാൻ ഒന്നും പറയില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. പാർട്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു, ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് പാർട്സ് ആയിട്ട് എടുക്കുമ്പോൾ ഏത് ഫസ്റ്റ് എടുക്കണം ഏത് സെക്കൻഡ് എടുക്കണം എന്നുള്ളത് യു വിൽ ബി ഡിറ്റർമിനിങ് ബൈ വിത്ത് ദിസ് ഐ ലേറ്റ് എന്ന് എഴുതണം. ഓക്കെ,
your I is for inverse function, L logarithm, പിന്നെ A എന്ന് വെച്ച് കഴിഞ്ഞാൽ algebra, T is for trigonometry and E is for exponent. അപ്പോൾ ലാസ്റ്റിൽ എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ എടുത്താൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഇസ് ആക്ച്വലി യുവർ ഓൾജിബ്ര, ഇ റേസ് ടു എക്സ് എന്ന് വെച്ചാൽ എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റിൽ അപ്പം ദിസ് ഇസ് യുവർ ഫസ്റ്റ് ടേം, ദിസ് ഇസ് യുവർ സെക്കൻഡ് ടേം. അത് രണ്ടും ഡിസൈഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്. വൺസ് യു ഹാവ് ദാറ്റ് ദെൻ യുവർ ഫോർമുല യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതാം, ഇവിടെ ഞാൻ ഇതിന് ആൻസർ എഴുതാം. സോ യു ക്യാൻ ഹാവ് എ ലുക്ക് ഇൻ ടു ദറ്റ്. ഐ തിങ്ക് യു വിൽ ഗെറ്റ് ഇറ്റ് ഇഫ് യു ഗോ ഫോർ ദിസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇസ് ഗonna ബി ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് സി എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, I make sure that you get this answered here. Okay, now on to the second question. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ എഴുതാൻ വേണ്ടി പോകണം. അല്ലെങ്കിൽ യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദർ, ഇറ്റ് ഈസ് ആക്ച്വലി ദ ചലഞ്ച് ക്വസ്റ്റ്യൻ ഡിയർ. വാട്ട് ഐ വാണ്ട് യു ടു ഡു ബൈ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾ തന്നെത്താനെ തന്നെ ചെയ്ത് നോക്കണം. ഞാൻ നോക്കട്ടെ എത്ര പേരാണ് ഇതിന് ആൻസർ കണ്ടുപിടിച്ചിട്ട് ഐ എം ഗെറ്റിംഗ് ദി ആൻസർ. ലെറ്റ് മീ സീ. ഇത് റൂട്ട് ഓഫ്, ഞാൻ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് എഴുതുന്നുള്ളൂ കേട്ടോ. ഇഫ് സം വൺ ഇസ് ഹാവിങ് എനി പ്രോബ്ലം ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് വൈ ഐ എം റൈറ്റിംഗ് ഇറ്റ് ഹിയർ. അതുകൊണ്ട് ഒന്നും കൂടെ എഴുതുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 13dx. ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ഓക്കെ ഹൗ മെനി ഓഫ് യു ഡു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതായിരുന്നു നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത തേർഡ് എന്താ? ഇവിടെ തേർഡും രണ്ട് പാർട്ട് ഉണ്ട്, എ ആൻഡ് ബി. ഇൻഫാക്ട് ലൈക്ക് യു ഹാവ് 3 പാർട്സ് അല്ലേ? 2 പാർട്ടല്ല, 3 പാർട്സ് യു ഹാവ് ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചോദിച്ചിരിക്കുന്നത് എഫ് ഇസ് എ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ തരുമ്പോൾ തന്നെ മനസ്സിലാക്കണം ദിസ് ഇസ് എൻ ഈവൻ ഫംഗ്ഷൻ. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ബിക്കോസ് എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഈവൻ ഫംഗ്ഷൻ. ഓക്കെ, അത് എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ ഫൈൻഡ് വാട്ട്? ഫൈൻഡ് 0 to a, yeah, no, not 0 to a, then minus a to a എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇതെനിക്ക് നമുക്ക് ഐ തിങ്ക് 6th പ്രോപ്പർട്ടി, ഐ തിങ്ക് പ്രോപ്പർട്ടി 6. അതിനകത്ത് നമ്മൾ ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് ഫോർമുല ചേഞ്ച് ചെയ്ത് എഴുതും അല്ലേ? 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഇത് നമ്മൾ ചെയ്യും. ഓക്കെ, ഇത് വെച്ചിട്ടാണ്, ഇതാണ് നമ്മൾ എക്സാക്ട്ലി വാട്ട് ദേ ആർ ആസ്കിങ് ഹിയർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് എന്താണ് എന്നുള്ളത്. ഇതെന്താണ്? ഇതാണ് ഫോർമുല. ദാറ്റ് ഈസ് എ വൺ ഡിയർ, ദാറ്റ് ഈസ് വാട്ട് ദേ ആർ ആസ്കിങ്. ഫൈൻ, ഇതാണ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ എയിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഫൈൻ, ഇത് നമ്മൾ എയിൻ്റെ ആൻസർ, ഇത് നമ്മൾ A1ൻ്റെ ബിൻ്റെ ആൻസർ, ഇത് നമ്മൾ സി സെക്കൻഡ് വൺ, ചലഞ്ച് വൺ. ഓക്കെ, യു നീഡ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ലെറ്റ് മീ സീ ഹൗ യു ഡു ഇറ്റ്. ദെൻ ദ തേർഡ് വണ്ണിൻ്റെ എ പാർട്ട് ഇതാണ്. ദെൻ യുവർ ബി പാർട്ട്. ഓക്കെ, ബിൻ്റെ എന്താ ക്വസ്റ്റ്യൻ? എന്താ ബി ഈസ് ഈക്വൽ ടു ഇവാലുവേറ്റ് minus pi by 2 to pi by 2. Then you have here cos x dx അല്ലേ? cos x dx ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം? നിങ്ങൾ ഇതേ പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യണം. ഇത് ഈവൻ പ്രോപ്പർട്ടി തന്നെ നിങ്ങൾക്ക് ഓഡ് ഓർ ഈവൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ cos x എന്ന് പറയുന്നത് ആക്ച്വലി യുവർ ഈവൻ ഫംഗ്ഷനാണ്. അത് നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് കിട്ടും. ഓർ എൽസ് നിങ്ങൾക്ക് കിട്ടിയില്ല, ഡൗട്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ റെഫർ ബാക്ക് അറ്റ് ദി എൻഡ്. ഐ വിൽ ബി ജസ്റ്റ് സോൾവിങ് ഇറ്റ് ഓവർ ദെയർ. ഓക്കെ, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഫൈൻ, അതിൻ്റെ ആൻസർ വേണമെങ്കിൽ ആൻസർ ഇസ് ഗണ ബി കേട്ടോ, -π ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ജസ്റ്റ് ഹാവ് എ ലുക്ക് ഇൻ ടു ദിസ്. ഓക്കെ, ഇത് തന്നെത്താനൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് π, നോട്ട് pi by 2. ഓക്കെ, നൗ ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് വൺ. ഇതാണ് നമ്മൾ സി. ഇതെന്താണ്? ഇത് നമ്മളെ ലിമിറ്റിൻ്റെ സമ്മാണ്. ലിമിറ്റ് ഓഫ് 0 to 1 അല്ലേ? 0 to 1. ഇത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ലാസ്റ്റിൽ ഞാൻ സോൾവ് ചെയ്തേക്കും. ഇഫ് എനി വൺ ഡു ഹാവ് എനി ഡൗട്ട്,
but I would give you the answer. If someone have solved it, just check and verify whether you are getting this answer. 4/3 ആണോ ആൻസർ എന്ന് കിട്ടിയെന്ന് ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. 4/3 ആണ് ഇതിൻ്റെ ആൻസർ. I will just do it at the end. Okay, fine. So these were the answers for this particular question. നമ്മൾ 2018 ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മാർച്ച് 2008 ഒന്ന് നോക്കിയാൽ 18 ഒന്ന് നോക്കിയാലോ. അപ്പോൾ മാർച്ച് 2008ൻ്റെ ക്വസ്റ്റ്യൻസ് ആ ഹിയർ. ഓക്കെ, ഇത് ഒന്ന് നിങ്ങൾ നോക്കുക, എന്നിട്ട് തന്നെത്താൻ ഒന്ന് ചെയ്തു നോക്കുക, ദെൻ റെഫർ ബാക്ക് ടു വാട്ട് ഐ എം ടെല്ലിങ്. ഓക്കെ, യപ്പ്. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വി വിൽ ജസ്റ്റ് സോൾവ് ഇറ്റ് വൺ ബൈ വൺ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0 to a f of a minus x dx എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഇതിനകത്ത് 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഏതാണ് ഓപ്ഷൻ എന്നുള്ളത്? തേർഡ് വൺ ഏതാണ്? 0 to a f of x dx. ഇതാണ് നിങ്ങളെ ആൻസർ. ദ തേർഡ് അപ്പോഴത്തെ ഈസി അല്ലേ? നമ്മളെ പ്രോപ്പർട്ടി ഫോർത്ത് പ്രോപ്പർട്ടി കേട്ടോ, ഫോർത്ത് പ്രോപ്പർട്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ജസ്റ്റ് അത് വെച്ച് ഒന്ന് ചെയ്യാം. യെസ്, ദെൻ ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൺ ടു ദ നമ്മളെ 1ൽ തന്നെ ഇത് എ ആണ്. നോ ഓൺ ടു ബി. ഓക്കെ, ഓൺ ടു ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ്. എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx ആണ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. ഇതിൻ്റെ ആൻസർ എവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദെയർ ഇൻ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ, നമ്മളെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സാമ്പിൾ 34 ഇതിൻ്റെ ആൻസറാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് ഡൺ ഇറ്റ് ബൈ യുവർ സെൽഫ്, ജസ്റ്റ് വെരിഫൈ ഇറ്റ്. ആൻസർ ഇസ് ദിസ് ഇസ് യുവർ ആൻസർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ പേജ് നമ്പർ, ഏത് പേജിലെന്നറിയോ? 345 എന്നുള്ള പേജിലാണ് നമുക്ക് ഈ ആൻസർ കിടക്കുന്നത്. സോ റെഫർ ബാക്ക് ആൻഡ് ജസ്റ്റ് ഡു ദാറ്റ് വൺ ഡിയർ. ഓക്കെ, ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ ജസ്റ്റ് റെഫർ ബാക്ക് ആൻഡ് ഡു ഇറ്റ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഐ വിൽ ജസ്റ്റ് ഗെറ്റ് ബാക്ക് ടു യു ആൻഡ് വിത്ത് ദ പ്രോപ്പർ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ തന്നെ സി പാർട്ടുണ്ട്. സി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുക? സിയിൽ നമ്മളെ ലിമിറ്റ് ഓഫ് നമ്മൾ നേരത്തെ 2008 സെയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഇറ്റ് ഈസ് എന്താണ് അവിടെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എന്ന് വെച്ചാൽ സേ 2018 ഇറ്റ് വാസ് 0 to 1. പക്ഷേ ഇവിടെ കിടക്കുന്നത് എന്താ? ഇവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 2 ആണ് ഇവിടെ കിടക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മളെ ലിമിറ്റ് ഓഫ് എ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താ ഡിഫറൻസ്? ഇപ്പം താഴെ കിടക്കുന്നതാണ് A 0, മേളത്താണ് B 2. നമുക്ക് കണ്ടുപിടിക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. 1 is B minus A നമുക്ക് കണ്ടുപിടിക്കണം, വിച്ച് ഇസ് ഇൻഫാക്ട് ഹിയർ വെരി സിമ്പിൾ അല്ലേ, 2. അടുത്ത H എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം. H എന്ന് വെച്ച് കഴിഞ്ഞാൽ B minus A by N എന്നുള്ളതാണ്. അപ്പോൾ B minus A എന്ന് വെച്ചാൽ 2 എന്ന് എനിക്കിവിടെ കിട്ടി, N തന്നെ. എന്നിട്ട് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യുവർ ഓൾ ദോസ് തിങ്സ് നമ്മളെ സീരീസ്, അപ്പോൾ നമ്മളെ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ഫോർമുലാസിലൊക്കെ എടുത്തിട്ട് നമുക്കത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ what you will be ending up over here, നിങ്ങളെ ആൻസർ എന്നാ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ആൻസർ ഷുഡ് ബി 14/3. ഇതായിരിക്കണം ഇതിൻ്റെ ആൻസർ. ഓക്കെ, 14/3 ആയിരിക്കണം ഇതിൻ്റെ ആൻസർ. ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ്സ് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ട്രൈ ഓൾ ദീസ് ലിമിറ്റ്സിൻ്റെ. അപ്പം ലിമിറ്റ്സിനൊക്കെ ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ അതിനകത്ത് ചെറിയൊരു റേഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റൊക്കെ മാറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അങ്ങനെ മാത്രമേ വരുള്ളൂ. ഓക്കെ, അതിൽ നിന്ന് തന്നെ ഒക്കെ ചോദിക്കുകയുള്ളൂ, അതിൻ്റെ ലിമിറ്റ്സ് മാറും. അപ്പോൾ മനസ്സിലാക്കുക, അത് പഠിച്ചു വയ്ക്കുക. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. 4 മാർക്സ് ഇസ് ഷുവർ, ഡാം ഷുവർ യു ക്യാൻ ക്രാക്ക് ദോസ് ക്വസ്റ്റ്യൻ. അടുത്തത് 11th ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഫോളോയിങ് ലൈക്ക് ഇറ്റ്സ് എ പ്രിറ്റി ഈസി വൺ. നമുക്ക് ഇൻ്റഗ്രൽ സൈൻ എക്സ് എം എക്സ് അല്ലേ, സൈൻ എം എക്സ് ഡി എക്സ്, സോറി സൈൻ എം എക്സ് ഡി എക്സ് ആണ് ക്വസ്റ്റ്യൻ. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പോരെ, എന്നിട്ട് അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിനെ താഴെ എഴുതുക. സോ വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്
answer for this second question is minus cos mx by m plus c എന്നാണ് ഇതിൻ്റെ ആൻസർ. ഫൈൻ, ഇതാണ് അതിൻ്റെ ആൻസർ. ഏതാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. അത് കിട്ടിക്കാണും നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതാണ്? നമുക്ക് പെർട്ടിക്കുലർ ഫംഗ്ഷൻ വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണിത്. ഓക്കെ, പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എ ബീൻ്റെ ആൻസർ ഞാൻ പറയാം. ഓക്കെ, പെർട്ടിക്കുലർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നിങ്ങൾക്ക് എക്സസൈസ് 7.4 ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രോപ്പർ ക്വസ്റ്റ്യൻ തന്നെയാണ്, വിച്ച് ഈസ് യുവർ 10th ക്വസ്റ്റ്യൻ. അപ്പോൾ 10th ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ സെയിം ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഗിവൻ ഹിയർ, ഗിവൻ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സസൈസ് 7.4 സെയിം ക്വസ്റ്റ്യൻ ആണ് ആ വർഷം 2018 ചോദിച്ചത്. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മളെ ഓക്കെ, നമ്മളെ റാഷണൽ ഫങ്ഷൻസ്, നമ്മളെ മുകളിൽ റാഷണൽ ഫങ്ഷനും താഴെ നമുക്ക് വന്നിട്ട് റാഷണൽ ഇൻറ്റിജേഴ്സ് വെച്ച് വരുന്ന ഫങ്ഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യണം? നമുക്ക് PF ഏതാ? നമ്മളെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യണം. ഓക്കെ, ഏതാ ക്വസ്റ്റ്യൻ? എന്താണ്? ഇൻ്റഗ്രൽ x dx ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം, ചെയ്ത് പഠിക്കണം. അതും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ യു റെഫർ ബാക്ക് ടു ക്വസ്റ്റ്യൻ 7.5. ഇത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എക്സസൈസ് 7.5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട, നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ ഞാനിവിടെ എഴുതിയേക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ബീൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ്, ഇതിൻ്റെ ആൻസർ ഓക്കെ, ലോഗ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 പ്ലസ് c എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത നമുക്ക് ഉള്ള മോഡുലസ് ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2ൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഓക്കെ, നമ്മളെ സിൻ്റെ ലോഗ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് c എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം I hope it's very much clear to you, or you might have got all the answers. Okay, വളരെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. I'm just letting you know these are the questions what is asked, and this one is in particular is very important. Okay, ഈ ലാസ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. just make sure that you try that one. Okay, അപ്പോൾ നമുക്ക് 2007 സെയിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ അടുത്ത നമുക്ക് 2007 സെയിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, the questions. അപ്പോൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യനാണുള്ളത്. ഏകദേശം വളരെ ഈസിയാണ്, പക്ഷേ കുറച്ചൊന്ന് ചെയ്യാനുണ്ട്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ 4x മൈനസ് 10 ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 റൈറ്റ്? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇഫ് ഐ വിൽ ജസ്റ്റ് ടെൽ യു ദ ടിപ്സ് വാട്ട് ഷുഡ് യു നീഡ് ടു ഡു. ഓക്കെ, നിങ്ങൾ എന്തായാലും പൗസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക ഫുൾ ക്വസ്റ്റ്യൻസും. ഇഫ് നോട്ട് എന്നിട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് റെഫർ ബാക്ക് ടു ദി ആൻസേഴ്സ്. ഓക്കെ, അങ്ങനെ റെഫർ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 4x മൈനസ് 10 ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പെട്ടെന്ന് കയറി എ ബൈ ഇത് പ്ലസ് ബി ബൈ അടുത്തത് എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ദർ ഇസ് റൂട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ റൂട്ട് കിടപ്പുന്നുണ്ട്, നമുക്ക് വി കനോട്ട് ടേക്ക് ലൈക്ക് ദാറ്റ്, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. സോ വാട്ട് വി ക്യാൻ ഡു is just multiply inside. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഒരു ലീനിയർ ഫംഗ്ഷൻ മേളിൽ, ദെൻ താഴെ ഒരു ക്വാഡ്രാറ്റിക് ഒരു ഫംഗ്ഷൻ പോലെ കിട്ടുക. എന്താണ് ഇവിടെ കിട്ടുക? എക്സ് സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ മൈനസ് 5x, ദെൻ യു ഗോട്ട് ടു സി പ്ലസ് 6 ഇങ്ങനെ കിട്ടി.
ഫൈൻ. ഇനിയിപ്പം ഇങ്ങനെ ഇപ്പം ക്വാഡ്രാറ്റിക്കും ലീനിയറും ബൈ ക്വാഡ്രാറ്റിക് ഞാൻ എൻ്റെ എക്സസൈസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഷുഡ് യു നീഡ് ടു ഡു. യാ ഇഫ് ഇറ്റ് ഈസ് സോ ദെൻ നമ്മളെ ന്യൂമിനേറ്റർ 4x - 10നെ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഐ നീഡ് ടു മേക്ക് ഇൻ സച്ച് എ ഫോം ദാറ്റ് നമുക്ക് a ഇൻറ്റു നമ്മളെ ഡിഫറൻസിയേഷൻ ഓഫ് യുവർ ഡിനോമിനേറ്റർ ഓർക്കുന്നുണ്ടോ? നമുക്ക് താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. a ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ദാറ്റ് പ്ലസ് b എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതണം. ഓർക്കുന്നുണ്ടോ? എന്നിട്ട് യു നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a കണ്ടുപിടിക്കണം, ദെൻ b കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റൂട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. Okay, try to do that one and I will give you the answer for this particular question so that you can just refer it. Okay, ഇത് നിങ്ങൾക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്തോളുക, നിങ്ങൾക്ക് അത് തന്നെയാണോ കിട്ടുന്നുള്ളത്. അഥവാ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ at the end check it, you will get the answer. Okay, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this would be the one that is root of x square minus 5x plus 6 minus 15/2 ലോഗിൻ്റെ കൂടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് 5/2 പ്ലസ് യു ഹാവ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയോളൂ. ജസ്റ്റ് സീ വെദർ യു ആർ ഗെറ്റിംഗ് ദ കറക്റ്റ് ആൻസർ ഓർ നോട്ട്. ഫൈൻ. ഓക്കെ ദെൻ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ എന്താ പറയുക? സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദ ബി പാർട്ട് അല്ലേ? ബി പാർട്ട് എന്താണ് ഇവിടെ കിട്ടുക? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1/x square plus 1 into x square plus 4 dx ആണ് ക്വസ്റ്റ്യൻ. This is also a little important. Make sure that you practice this question for sure. ഇത് വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെയാണ് a/x square plus 1 എന്ന് എടുക്കണം, അടുത്തത് പ്ലസ് b/x square plus 4 എന്ന് പറഞ്ഞിട്ട് എടുക്കണം അല്ലേ? അങ്ങനെ രണ്ടും സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടുപിടിക്കും അല്ലേ? എൻ്റെയും ബീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ദെൻ ഇൻ്റഗ്രേറ്റഡ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നോ ടു മച്ച് കോംപ്ലിക്കേഷൻ ഓവർ ഹിയർ. പക്ഷേ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിന് പകരം വേണമെങ്കിൽ നമുക്കൊരു വേരിയബിൾ ടി എന്നോ അങ്ങനെ വല്ലതും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ എക്സ് സ്ക്വയർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ax പ്ലസ് ബി എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. ഇവിടെ ax പ്ലസ് ബി എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. പക്ഷേ ഈ ഒരു ടേമിൽ എഴുതുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എക്സ് സ്ക്വയറിനൊരു വേരിയബിൾ കൊടുത്തിട്ട് വേണം a/, എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം കേട്ടോ. എക്സ് സ്ക്വയർ, നൗ ടേക്ക് എക്സ് സ്ക്വയർ ആസ് ടി. ഓക്കെ, ടി എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് no, you can just simply like differentiate എന്ന് ചെയ്യണ്ട, put x square is equal to t എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഗോ ഹെഡ് വിത്ത് നമുക്കങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നോട്ട് ഇൻ്റഗ്രേറ്റ് ഇൻ്റഗ്രേറ്റ് ദിസ് വൺ വിത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ax പ്ലസ് ബി പ്ലസ് cx പ്ലസ് ഡി എന്ന് എഴുതിയിട്ട് എൻ്റെയും ബീൻ്റെയും സിൻ്റെയും ഡീൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ദെൻ put it back, then can do it. Okay, we will do it at the end. Okay, if you have any doubt and if you want the answer for this question, idum actually textbook nath illa. Textbook il ekadesham ulla oru question ullu. Similar question venangi kaanonengil page number 320 il poi kanya you will get to see similar question which over here എന്തായിരിക്കും എക്സ് സ്ക്വയർ എന്തോ ആണെന്ന് തോന്നുന്നു അവിടെ. ഓക്കെ, അങ്ങനത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് NCERT-ൽ. ഓക്കെ, പേജ് നമ്പർ 320. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ ലാസ്റ്റിൽ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ഐ നീഡ് ടു ഗെറ്റ് us 1/3 tan inverse x minus 1/6 tan inverse x/2 പ്ലസ് സി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് വലിയ പാടാന്നുള്ളത്. ഇഫ് യു ഡു ഇറ്റ് യു വിൽ ഷുവർലി ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് റെഫർ ബാക്ക്. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് യു. ഇനി അടുത്ത് വന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ രണ്ടെണ്ണം ഉണ്ട്. ഓറാണ്. ഒന്ന് ലിമിറ്റ് ഓഫ് എ ഫങ്ഷൻ, അതും ഞാൻ വന്നിട്ട് ചെയ്തേക്കാം ലാസ്റ്റിൽ. നൗ യു ഹാവ് ടു ക്വസ്റ്റ്യൻസ് ഹിയർ.
നമുക്ക് ഫസ്റ്റ് വൺ വന്നിട്ട് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 0 to π/4 log 1 plus tan x dx അല്ലേ, tan x dx എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ ഒന്നും ചെയ്യേണ്ട. ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ, എക്സസൈസ് 7.11 8th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ സെയിം ക്വസ്റ്റ്യൻ ഒക്കെയാണ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് അഥവാ ലിമിറ്റ് ഓഫ് എ സമ്മിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ 0 to 1 e⁻x dx ആണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളെ എക്സസൈസിൽ. യുവർ എക്സസൈസ് 7.8 നിങ്ങളെ 5th ക്വസ്റ്റ്യൻ അത് ഓൾമോസ്റ്റ് ദ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസറുകൾ വേണമെങ്കിൽ ഇഫ് യു ആർ നോട്ട് റെഫറിങ് ബാക്ക്, ഇഫ് യു ആർ ജസ്റ്റ് സെർച്ചിങ് ഫോർ ദ ആൻസേഴ്സ്, ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് കിട്ടണമെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ π/8 log 2 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ. എന്നിട്ട് ഇതിൻ്റെ ആൻസർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ് e−1 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ദസ് വൺ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇതും യു വിൽ ഗെറ്റ് ഇറ്റ് അറ്റ് ദി എൻഡ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് I will be making sure that you got this one, and if not, like if you can message me, I will just കുറച്ച് ഐഡിയാസ് കാര്യങ്ങൾ തരാം. ഓക്കെ, or I will just show you how to get this answer. ഫൈൻ. അപ്പോൾ ജസ്റ്റ് മൂവ് ഓൺ ടു മാർച്ച് 2017 നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ മാർച്ച് 2017 ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1/x into x⁻⁷ + 1 dx ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ല. സംതിങ് സിമിലർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനെ പോലത്തെ ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ടുള്ള. ദാറ്റ് ഈസ് എക്സസൈസ് 7.5 20th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് സിമിലർ ടു ഇറ്റ്. ഓക്കെ, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് നോട്ട് ടു മച്ച് ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യം. ജസ്റ്റ് ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പല പിള്ളേരും കൺഫ്യൂഷൻ അടിക്കും. ഇത് എന്താ ചെയ്യേണ്ടത് സാർ, 7 കിടക്കുന്നു, എന്ത് കിടക്കുന്നു. വാട്ട് യു ഡു ഹിയർ ഇസ്, നമുക്ക് ഇവിടെ ഒന്ന് ചെറിയൊരു സ്ലൈറ്റ് ബിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. എന്താ പറയുമോ, x⁻⁷ + 1 ഉണ്ടല്ലോ അവിടെ. യെസ്, ഇപ്പം ഇതിനെ നമുക്ക് ഇതിനെ നമുക്ക് എടുത്താൽ, ഇപ്പോൾ x⁻⁷ + 1 നമ്മൾ t ആക്കിയാൽ, ഒന്ന് ആലോചിക്കുക, x⁻⁷ + 1 t ആക്കി കഴിഞ്ഞാൽ 7x⁻⁶ അല്ലേ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് വെച്ചാൽ 0, dx = dt അങ്ങനെയാണല്ലോ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇത് മേളിൽ വേണ്ടേ, ഇതിൻ്റെ ഡിഫറൻഷ്യേഷൻ മേളിലുണ്ടോ, 6 ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, x⁻⁶ ഇടുന്നു. മേളിൽ x⁻⁶ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് താഴെ x⁻⁶ ഇടണ്ടേ. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് x⁻⁷ എന്ന് ഇട്ടാൽ പോരെ, ഇവിടുത്തെ x എഴുതുന്നതിന് പകരം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. Now you can do it. Now the same thing. Okay, അത് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. And what will be their answer? I will just give it there. Do refer it. No, refer in a sense, do compare it. Okay, compare. Just see whether you are gonna get or you are getting the same answer or not. ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ at the end is 1/7 log x⁻⁷ by x⁻⁷ + 1 + c എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ സെയിം ആൻസർ. ദാറ്റ്സ് ഇറ്റ്. നൗ ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ ബി. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താ, ഇത് എ ആണ്. ഓക്കെ, അതിനകത്ത് ചെറിയൊരു സ്ലൈഡ് ബിറ്റ് ഒരു കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഡു ഇറ്റ്. അത് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഓർ ജസ്റ്റ് ഗെറ്റ് ബാക്ക് ടു മീ, ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ യു ദിസ്. ഓക്കെ, നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ നമ്മൾ 1 to 4 x⁻2 dx ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, വി ഹാവ് ലേൺഡ് അബൌട്ട് ഇറ്റ് ഇൻ ദ എക്സസൈസ്. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് വെരി വെൽ എക്സ്പ്ലെയിൻ യു എ ക്ലിയർ ഐഡിയ അബൌട്ട് ദിസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ആദ്യം തന്നെ എപ്പോഴും നമുക്ക് പോസിറ്റീവാണ് വരേണ്ടത്. എന്ത് തന്നെ ആയിരുന്നാലും പോസിറ്റീവ് വരേണ്ടത്. പക്ഷേ അങ്ങനെ പോസിറ്റീവ് വരണമെങ്കിൽ അകത്ത് കിടക്കുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, > or = 0 ആയിരിക്കണ്ടേ അല്ലേ.
പൂജ്യമോ പൂജ്യത്തിന് മേളിലോ ആയിരിക്കണം ഇവിടുത്തെ വാല്യൂ കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഈ -2 ഇപ്പുറത്ത് പോകുമ്പോൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2. സോ വാട്ട് ഈസ് ദ ഓൺലി തിങ് വാട്ട് യു നീഡ് ടു ഡു ഹിയർ? യു നീഡ് ടു സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു 2. രണ്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഈ 2ൻ്റെ താഴോട്ട് ഫുള്ള് നെഗറ്റീവും അല്ലേ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ പെട്ടെന്ന്. 2ൻ്റെ താഴോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഒരു നമ്പറാണെന്ന് വെച്ചോ. 1 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 1 - 2. 1 - 2 ഇസ് -1. അപ്പം നെഗറ്റീവ് ആയില്ലേ? ദിസ് ബിക്കം ഫോൾസ്. അപ്പം 1 to ഏതാണ് നമ്മൾ റേഞ്ച്? 2 വരെ. വേർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സ് -2 തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അതാണ് നമ്മൾ പഠിച്ചിരുന്നത്. എക്സസൈസ്, ഗോ ബാക്ക് ആൻഡ് റെഫർ ഇറ്റ്. ഓക്കെ, ദെൻ കം ബാക്ക് ആൻഡ് ഡു ഇറ്റ്. ദെൻ പ്ലസ് ഇവിടെ വെച്ച് തീർന്നിട്ടില്ല, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 4 വരെ പോകണം. അപ്പോൾ 2 to, ബിക്കോസ് 2 സ്പ്ലിറ്റ് ആണ്, 2 to 4. ഫംഗ്ഷൻ ഇവിടെ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഇത് വന്നിട്ട് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. സോ നോ നീഡ് ഫോർ നെഗറ്റീവ്. ഓൺലി ഹിയർ യു നീഡ് ടു പുട്ട് എ നെഗറ്റീവ്. ദാറ്റ്സ് ഇറ്റ്. ദ ക്വസ്റ്റ്യൻ ഇസ് ദെൻ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദീസ് ലിമിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിൽ ആൻസർ കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ വേണമെങ്കിൽ ഞാൻ തരാം. അതിന് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 5/2 എന്നാണ് കേട്ടോ, ലാസ്റ്റിൽ കിട്ടുന്ന ആൻസർ. Okay, your answer is 5/2. Okay, then get back to the next question. Yeah, the next question, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ള. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾ NCERT ബുക്കിലുള്ളതാണ് കേട്ടോ. 0 to π/2 log sin x dx ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, log sin x dx ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ഫോർത്ത് പ്രോപ്പർട്ടി 4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ദിസ് ഇസ് എക്സാക്ട്ലി ദ സെയിം ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആസ്ക്ഡ് ഓർ വാട്ട് ഈസ് ഗിവൺ ആസ് എക്സാമ്പിൾ 36 എന്ന് പറയുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ. അതിൻ്റെ പേജ് നമ്പർ വേണമെങ്കിൽ പേജ് നമ്പർ 346 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് 2017 മാർച്ചിനകത്ത് ചോദിച്ചത്. ഓക്കെ, ഫൈൻ. ദെൻ ഓർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വിച്ച് ഈസ് ലിമിറ്റ് ഡിയർ, സം ഓഫ് എ ലിമിറ്റ് ഓഫ് എ സം. അപ്പോൾ അതിനകത്ത് 0 to 4 x² dx എന്നല്ലേ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അതേപോലത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, അതേപോലത്തെ ക്വസ്റ്റ്യൻ യു ക്യാൻ റെഫർ ഇൻ എക്സസൈസ് 7.3 യുവർ ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം, ഓൾമോസ്റ്റ് ദ സെയിം ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ, ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 64/3 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ജസ്റ്റ് ചെക്ക് ഇറ്റ് വെദർ യു ആർ ഗെറ്റിംഗ് ദ സെയിം ആൻസർ ഓർ നോട്ട്. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 64. ഇതാണ് നമ്മൾ അതിൻ്റെ മുന്നത്തെ ആൻസർ. ദെൻ വി ഹാവ് ഹിയർ ദിസ് വൺ ഇസ് ഗോണ ബി ദ സെക്കൻഡ് ആൻസർ. യാ, ഫസ്റ്റിൻ്റെ ബീൻ്റെ ആൻസർ നോ. ഫസ്റ്റ് ബീൻ്റെ ആൻസർ എവിടെ വന്നേ? യാ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇത് ഓൾറെഡി ഞാൻ എഴുതിയിട്ടില്ല ഇവിടുത്തെ ആൻസർ എന്ന് വെച്ചാൽ. ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു എക്സാമ്പിൾ 36 ആണെന്നുള്ളത്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, അല്ലെങ്കിൽ NCERT റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ദ ആൻസർ, or the answer should be -π/2 log 2. And one more thing, this is something little important question dear. Make sure that you just keep a note of this question. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. ഓക്കെ, ദെൻ മൂവിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ 2016 അല്ലേ, നമ്മൾ 2016 സെയിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അപ്പോൾ 2016 സെയിൻ്റെ ക്വസ്റ്റ്യൻസ് ഓക്കെ നോക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്തിട്ട് ആൻസർ മാത്രം ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ 2 പാർട്ടുണ്ട്, A and B അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് A. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഇൻ്റഗ്രൽ കോട്ടെക്സ് ലോഗ് സൈൻ എക്സ് അല്ലേ, ഇതല്ലേ ക്വസ്റ്റ്യൻ, സൈൻ എക്സ് ഡി എക്സ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഹിൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എന്താ ചെയ്യേണ്ടത്? ലോഗ് എക്സിന് നമ്മൾ ടി ആയിട്ട് എടുക്കുക. നമ്മൾ ടി ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തൂടെ? അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ലോഗ് എക്സിന്, ലോഗ് സൈൻ എക്സിന്, അപ്പോൾ ലോഗിന് 1/sin എന്ന് വരും. സൈൻ എക്സിന് ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് വരും. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്താ? കോട്ടെക്സ്. അപ്പോൾ മേളിൽ കിടപ്പില്ലേ? അപ്പോൾ കോട്ടെക്സ് ഡി എക്സിനും കൂടെ ചേർത്തിട്ട് ഡി ടി ആയിട്ട് എഴുതാം. അപ്പോൾ ഇറ്റ്സ് എ പ്രിറ്റി ഈസി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതിന് ലോഗ് സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ എക്സസൈസിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എക്സസൈസ് 7.2 ഓക്കെ, എൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ എവിടെ നിന്നോ നോക്കുക ഇഫ് യു ഹാവ് എനി ഡൗട്ട്. ഓക്കെ, 7.2 ക്വസ്റ്റ്യൻ നമ്പർ 29. ഓക്കെ, 29th ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. അതിൻ്റെ വേണമെങ്കിൽ ആൻസർ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൻസർ ഞാൻ ഇവിടെ എഴുതിയേക്കാം. നിങ്ങൾക്ക് ഇത് കിട്ടിയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, log sin x the whole square by 2 plus c എന്നാണ് ഇതിൻ്റെ ആൻസർ. ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട്. അടുത്ത ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ, NCERT ബുക്കിനകത്ത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. 1/, ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എഴുതിയതാണ്, വേറൊന്നുമല്ല. ഇതിനകത്ത് നിങ്ങൾ മറ്റേ സ്പെഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ട്, ഓക്കെ, സ്പെഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിനെ ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി. പെർഫെക്റ്റ് സ്ക്വയർ എങ്ങനെ ആക്കുക? ഇതിനകത്ത് 1/x² + 2², എന്നിട്ട് ഈ മിഡിലത്തെ ടേമിൻ്റെ ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെ ഹാഫ് ഇസ് 1. ആ 1² വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 1 തന്നെയാണ്, 1² വെച്ചിട്ട് അല്ലെങ്കിൽ എന്ത് നമ്പറാണോ അവിടെ വരുന്നത് അതിൻ്റെ സ്ക്വയർ ചെയ്യുക. 2 ഓൾറെഡി അവിടെ ഉണ്ട്, എന്താണോ നമ്മളിവിടെ ആഡ് ചെയ്ത് അതിനെ സബ്ട്രാക്ട് ചെയ്യുക. ഓവർ ഹിയർ 1 ആയതുകൊണ്ട് ഇങ്ങനെ -1, ഇവിടെ +1 ചെയ്തുകൊണ്ട് ഇവിടെ -1 ചെയ്യണം. അപ്പോൾ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഹിയർ ഇസ് 1/, ഇത് മൂന്നെണ്ണം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, x/x + 1 the whole square എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1, വിച്ച് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് 1². അപ്പോൾ എനിക്ക് നമ്മളെ ഫോർമുല അപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ഇറ്റ് വെരി ഈസിലി. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു സ്ലൈഡ് ബിറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ഇത് നമ്മളെ സ്പെഷ്യൽ ഫംഗ്ഷനകത്ത് വരുന്നതാണ്, ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇസ് tan ഇൻവേഴ്സ്. ഓക്കെ, tan ഇൻവേഴ്സ് x + 1 + c എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ, 1/x + x² + a². ഇവിടെ കിട്ടില്ലേ, 1/x² + a² ഫോർമുല ആയില്ലേ. ഇവിടെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ വേറെ വേരിയബിൾ ഇടാം, പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ ഫോർമുലയിൽ 1/x² + a² ആണ്. അതിൻ്റെ സ്ഥലത്തൊന്ന് നോക്കിയേ x + 1 വരും, അതേപോലെ തന്നെ ഇവിടെ വരുന്നത്. ഫൈൻ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടും കേട്ടോ. ഫൈൻ. അടുത്ത കഴിഞ്ഞ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ 0 to π x/1 + sin x dx ഈ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഇത് പ്രോപ്പർട്ടി 4 വെച്ച് ചെയ്യാനുള്ളതാണ്. യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് റെഫർ എക്സസൈസ് 7.11. ഓക്കെ, എക്സസൈസ് റെഫർ ചെയ്യുക. അതിനകത്ത് 12th ക്വസ്റ്റ്യൻ, ഓക്കെ, ഇസ് ദിസ് വൺ. ദിസ് ഇസ് ഓൾസോ പ്രിറ്റി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിയർ. ഇതും ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് ഒന്ന് ചെയ്ത് നോക്കിക്കോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻ. അപ്പോൾ ഇതിൻ്റെ പേജ്, ഓക്കെ, ഇതിൻ്റെ ആൻസർ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട, നിങ്ങൾ ആൻസർ ചെയ്തോളും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സി ദിസ് ആൻസർ ഇസ് പൈ. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ആണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് ചോദിക്കാറുണ്ട്. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദാറ്റ് വൺ. പിന്നെ ഫൈനൽ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലിമിറ്റ് ഓഫ് ദ സം ആണ്. ഓക്കെ, ലിമിറ്റ് ഓഫ് സം ആണ് അതിൻ്റെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പം 0 to 2 e⁻x dx ആസ് എ ലിമിറ്റ് ഓഫ് എ സം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആക്ച്വലി NCERT ഉള്ളത് തന്നെയാണ്. NCERT എക്സാമ്പിൾ 26 പേജ് നമ്പർ 334. ഓക്കെ, 334. അതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ e² - 1 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഫൈൻ, ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടുന്നതെന്ന് നോക്കുക കേട്ടോ. ആൻസർ ലിമിറ്റ് ഓഫ് ദ സം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ജസ്റ്റ് നീഡ് ടു ഡു ദ എക്സസൈസ്. ഓക്കെ, യെസ്. സോ ദിസ് വാസ് നമ്മൾ ഏതാണ് നമ്മളെ സേ 2016 ക്വസ്റ്റ്യൻ്റെ ഒരു tips and like what all the question they have asked, and this is how you need to do it. Okay, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ് പ്രോപ്പർട്ടിയൊക്കെ അപ്ലൈ ചെയ്യാനുള്ളത്, ലിമിറ്റ് ഓഫ് ദ സം കണ്ടുപിടിക്കാനുള്ളത്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റെഫർ ബാക്ക്, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, എൻ്റെ വീഡിയോസിലൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടും. ഫൈൻ.
ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് 2016 അല്ലേ, മാർച്ച് 2016 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കിയാൽ. അപ്പോൾ മാർച്ച് 2016 ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മാർച്ച് 2016. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പ്രൂവ് ദാറ്റ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം കേട്ടോ, കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യുക. സോ യു ഡോണ്ട് നീഡ് എനി ആൻസർ. ഓക്കെ, അത് പ്രൂവ് ചെയ്യുക. പക്ഷേ എങ്ങനെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനല്ല ചോദിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് കൺഫ്യൂസ് ആവാറുണ്ട്, ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് നിങ്ങൾക്ക് രണ്ട് ഫോമുല ആലോചിച്ച് വയ്ക്കണം. വൺ ഇസ് കോസ് സ്ക്വയർ എക്സിനെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്, 1 + cos 2x/2 ആ ഒരു ഫോമിൽ നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ സപ്പോസ് സൈൻ സ്ക്വയർ ആണ് വരണമെങ്കിൽ, ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ 1 - cos 2x/2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ രണ്ടെണ്ണം ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ വരുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ആക്കിയിട്ട് പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസിലി യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇപ്പോൾ ഇതിനകത്ത് ആൻസർ അറിയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ടു പ്രൂവ് അല്ലേ. പ്രൂവ് ചെയ്യാൻ തന്നിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അത് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. ഫൈൻ, ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അടുത്ത ബി പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇൻ്റഗ്രൽ dx/√2x - x² ആണ് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ NCERT തന്നെ ഉണ്ട്, ലൈക്ക് ദാറ്റ് ഈസ് എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾ ഒന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. വിച്ച് എക്സാമ്പിൾ 8, ഇൻ്റഗ്രേഷൻ്റെ എക്സാമ്പിൾ 8 ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ആൻസർ ഓർ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഇഫ് അതിൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ, എക്സാമ്പിൾ 8ൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ ആണത്. അത് വേണമെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 311 അവിടെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഫൈൻ, ഓക്കെ. എന്നിട്ട് ഇപ്പം സപ്പോസ് ഇഫ് യു വാണ്ട് ടു നോ ദി ആൻസർ, ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ് നൗ, ഇറ്റ് ഷുഡ് നീഡ് ടു ഗെറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് -1 പ്ലസ് സി എന്ന് നമുക്ക് കിട്ടണം. ഇതാണ് അതിൻ്റെ ആൻസർ. ഫൈൻ, ഓക്കെ. അതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത ഇനി സി പാർട്ട് എന്താ? സി പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എക്സാമ്പിൾ 17 ആണ്. ക്വസ്റ്റ്യൻ എന്താ? ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് ആണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഇവിടെ ചെയ്യാനുള്ളത്. ഏത് ആദ്യം എടുക്കും? എക്സ് ആദ്യം എടുക്കും. ബിക്കോസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്രയാണ്. എക്സ് കോസ് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി ആണ്. സോ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ടേം. അപ്പോൾ ഏത് ടേം ഫസ്റ്റ് എടുക്കും? ഇപ്പോൾ എക്സ് കോസ് എക്സ് എന്നല്ലേ, എക്സ് കോസ് എക്സ്. അപ്പോൾ എക്സ് വിൽ ബി ദ ഫസ്റ്റ് ടേം, കോസ് വിൽ ബി ദ സെക്കൻഡ് ടേം. അങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ യു വി അല്ലെങ്കിൽ ബൈ പാർട്സ് വെച്ചിട്ട് നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സാമ്പിൾ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇഫ് യു വോണ്ട് ടു സീ ഹൗ ഇറ്റ് ഈസ് ഡൺ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ബാക്ക് ടു എക്സാമ്പിൾ 17. ഓക്കെ, എക്സാമ്പിൾ 17 പേജ് നമ്പർ 324. ഓക്കെ, 324 പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ഫോർ ഇറ്റ്. ഓക്കെ, സോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു നോ ദി ആൻസർ നൗ, ദ ആൻസർ ഇപ്പോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ആൻസർ ഡിയർ. എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ആൻസർ ഫോർ ദ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റിനകത്തുള്ള തേർഡ്. ഓക്കെ, ഇനി അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് രണ്ട് ക്വസ്റ്റ്യനും NCERT നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. രണ്ടാമത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ 0 to pi log 1 + cos x dx ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഫോർത്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. അത് ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ വിത്ത് ദാറ്റ്, റെഫർ ബാക്ക് ടു യുവർ എക്സസൈസ് 7.11 where 16th question is the same question. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഇറ്റ് ഈസ് -pi log 2 ആണ് ഇതിൻ്റെ. ഈ ഒരു ക്വസ്റ്റ്യനും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ്. ദെൻ ഓർ ക്വസ്റ്റ്യനകത്ത് നമ്മളെ ലിമിറ്റ് ഓഫ് ദ സം ആണ് ദാറ്റ് ടു. ഓക്കെ, ലിമിറ്റ് ഓഫ് ദ സം അതും നമ്മളെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എക്സസൈസ് 7.8
7.8 ഇത് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, 7.8 ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് if you want to write if you want, that is 35/2. ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 35/2 കിട്ടിയാൽ then that's correct. Okay, so this is 2016 March 2016 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ആൻസർ ആണ്. അല്ലെങ്കിൽ these are some different ways in which you want to solve this question. ഒരു ഐഡിയ പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, ഞാൻ നേരെ പറഞ്ഞല്ലോ, like you just need to do it and need to get all these answers. Okay, now if you have any problem with it, I'm just giving you all the references. All references ഇവിടെ ഉണ്ട്. You can go ahead and you can refer it and you can get the answer. Fine here. Now 2 more question paper we will discuss. അപ്പോൾ അടുത്ത നമ്മൾ ഏതാണ്? അടുത്ത നമുക്ക് വന്നിട്ട് 2015. ഓക്കെ, 2015ൻ്റെ സേ എക്സാംസ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ 2015 സേ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് റൈറ്റ് ഓവർ ഹിയർ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഫുള്ളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ then get back over here what I'm telling. Okay, അപ്പോൾ സേയിൻ്റെ 2015ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ഇതിനെ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഓക്കെ, 2x ബൈ ഐഡിയ ഒന്നുമില്ല, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ തന്നെയല്ലേ ഡിഫറൻസിയേഷൻ മേളിൽ കിടക്കുന്നത്. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് വാട്ട്, ഇതിൻ്റെ ആൻസർ തന്നെ നമുക്ക് എഴുതാം, log of mod 1 plus x square plus c. അതേ ഉള്ളൂ ആൻസർ. ഓക്കെ, that's it. That's a very easy thing. Then second വന്നിട്ട് നമ്മളെ സ്പെഷ്യൽ കേസ്, ഇത് വന്നിട്ട് എ ആണ്, ഇത് വന്നിട്ട് ബി. what is it, 1 by x square plus x square minus 6x plus 13 dx ആണ് നമ്മളെ ഈ ക്വസ്റ്റ്യൻ. ഫൈൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യുക? നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് 1 by x square ഇത് മൈനസ് 6x ഇതിൻ്റെ ഹാഫ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ൻ്റെ ഹാഫ് എടുക്കണം, ദാറ്റ് ഈസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ പ്ലസ്സും ചെയ്യണം, ഇവിടെ 13 വരെ അല്ലേ, ഇവിടെ 3 സ്ക്വയർ ആഡ് ചെയ്തുകൊണ്ട് 3 സ്ക്വയർ സബ്ട്രാക്റ്റിങ് ചെയ്യണം. 3 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ 19. സോ നൗ ദിസ് വിൽ ബി, ഇത് നമ്മളിങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? പ്ലസ്സും മൈനസും എന്തിനാണ് ചെയ്യുന്നത്? ബിക്കോസ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? x മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് ദിസ് വൺ വിൽ ബിക്കം 13 9 4 വിച്ച് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 സ്ക്വയർ dx. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഫൈൻ. ഇനിയിപ്പോൾ എൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ വിൽ റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ. ജസ്റ്റ് സീ വെദർ യു ആർ ഗെറ്റിംഗ് ദ സെയിം തിങ് ഓർ നോട്ട്. ഓക്കെ, എൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 tan inverse. Any doubt with any answer, as I have told you, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഗെറ്റ് ബാക്ക് ടു മീ, ഐ വിൽ ഗിവ് യു എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഓക്കെ, അതാണ് നമ്മളെ ബി എന്നുള്ള ക്വസ്റ്റ്യൻ. അടുത്ത സി. ഓക്കെ, സി വേറെ ഒന്നുമല്ല, സി ഇൻ്റഗ്രേഷൻ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഇ ടു ദി പവർ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ. ഓക്കെ, അതിൻ്റെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ, പാർട്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സി. അപ്പോൾ സീൻ്റെ ആൻസർ ഞാൻ എഴുതാം. ഓക്കെ, അത് കിട്ടുന്നോ എന്ന് നോക്കിയാൽ മതി. സീൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ 2 എക്സ് മൈനസ് 1/x. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നൗ ഓക്കെ, ജസ്റ്റ് വർക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സീ വെദർ യു ആർ ഗെറ്റിംഗ് ദ സെയിം തിങ് ഓർ നോട്ട്. ഓക്കെ, ഇത് സെയിം ആണ് കിട്ടണമെങ്കിൽ. ഓക്കെ, റൈറ്റ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സി ആയിരുന്നു, സി വരെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിനകത്ത് എന്താണ് 1 to 2 എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 dx ആണ് നമ്മൾ ക്വസ്റ്റ്യൻ. യു ക്യാൻ ഡു ഇറ്റ് ബൈ വാട്ട്? യുവർ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യണം. എ ബൈ അല്ലേ, വാട്ട് യു നീഡ് ടു ഡു? എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 ഇങ്ങനെ എടുത്തിട്ട് പിന്നെ എൻ്റെ ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ പുട്ട് ഇറ്റ് and then integrate it, and your answer for that question is, ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യാനുണ്ട് കേട്ടോ. ഏതെന്നറിയോ? നോട്ട് എക്സസൈസ്, യുവർ എക്സാമ്പിൾ 27 ക്വസ്റ്റ്യൻ ആണ്. 27th എക്സാമ്പിളിൽ തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്. ഓക്കെ, ദ സെയിം തിങ്. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം.
അതിനകത്ത് ആൻസർ എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇതാണ്, ലോഗ് 32/27 എന്നാണ് ഇതിൻ്റെ ആൻസർ. ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ എ. ഓക്കെ, അടുത്ത അതിൻ്റെ ബി ഉണ്ട് കേട്ടോ. ബി എന്ന് വെച്ചാൽ എന്താ, 0 to pi x by, ദിസ് ഇസ് സംതിങ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതുന്നതേ ഉള്ളൂ. ഇൻ്റഗ്രൽ 0 to pi x by 1 plus sin x dx. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദിസ് ക്വസ്റ്റ്യൻ. ഇത് പ്രോപ്പർട്ടി വെച്ച് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് 7.11 12th question is the same question. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ട്രൈ ഇറ്റ് യു വിൽ ഗെറ്റ് പൈ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ ലിമിറ്റ് ഓഫ് ദ സം ദ സെയിം. നൗ ഹിയർ ലിമിറ്റ് ഓഫ് ദ സമ്മിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സെയിം ക്വസ്റ്റ്യൻ ഇസ് ഫ്രം NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ആ ലിമിറ്റ് ഓഫ് ദ സം ചോദിച്ചത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ 26. ഓക്കെ, എക്സാമ്പിൾ 26 അതിനകത്ത് പേജ് നമ്പർ 334. ഇതിന് മുമ്പേ ചോദിച്ചിട്ടുണ്ട്, ഇത് കണ്ടിന്യൂസ്ലി ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു പാറ്റേൺ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഞാനിതൊരു ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു raised to പ്രോബ്ലം ഞാൻ എന്തായാലും സോൾവ് ചെയ്തേക്കാം ലാസ്റ്റിൽ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഓക്കെ, യു ക്യാൻ റെഫർ ബാക്ക് ടു ദാറ്റ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ദ ഹോൾ തിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ 2005 സെയിം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ആൻഡ് ദീസ് ആർ ദ ടിപ്സ് ആൻഡ് യുവർ സൊല്യൂഷൻസ് വാട്ട് യു വിൽ ഗെറ്റ് വെൻ യു സോൾവ് ദോസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ദാറ്റ് വിൽ ബി ഗുഡ്. പിന്നെ അടുത്ത വന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു പേപ്പറും കൂടെ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. സോൾവ് അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ആൻസേഴ്സും ജസ്റ്റ് ഒരു ഡിസ്കഷനും ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് മാർച്ച് 2015 പേപ്പർ നമുക്ക് നോക്കാം. അപ്പോൾ മാർച്ച് 2015 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം വന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫൈൻ. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചത് ഇൻറ്റഗ്രേറ്റ് ദ ഫോളോയിങ്. ദ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ x-1/x+1 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ x+1 അല്ലേ, ഇവിടെ x+1 മേളിലും നമുക്കൊരു x+1 നമുക്ക് ആക്കിക്കൂടെ? നമുക്ക് വെറുതെ നമുക്ക് x+1 എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. ഇഫ് ഐ എം ആഡിങ് സംതിങ് ഐ ജസ്റ്റ് നീഡ് ടു സബ്ട്രാക്ട്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും, ഒരു -2 -1ൻ്റെ കൂടെ ഒരു -1 കൂടെ വന്നു, അപ്പോൾ -2. അപ്പോൾ ഇപ്പോൾ ഒന്ന് നോക്കിയേ, കറക്റ്റ് അല്ലേ? ഓർ യു ക്യാൻ സേ ലൈക്ക് ഇവിടെ ഞാനൊരു +1 ഇട്ടു, ഇവിടെ ഞാൻ -2 ഇട്ടു. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ -1 തന്നെയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഏതാണ് x+1/x+1 dx, ഒന്ന് -2/x+1 എന്ന് പറഞ്ഞിട്ട് dx. and you can integrate it. It's pretty easy, right? അത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. യു വിൽ ഗെറ്റ് 1 ഇൻ ഇൻറ്റഗ്രേഷൻ x ആണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ആൻസർ വാട്ട് യു ആർ ഗെറ്റിംഗ് ഓവർ ഹിയർ ഇസ് x-2 log x+1 + c എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2015 മാർച്ചിൽ, ഓക്കെ, മാർച്ച് 2015 ചോദിച്ച ഫസ്റ്റ് വൺ. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് കേട്ടോ. അടുത്ത ബി അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ സൈൻ എക്സ്, അതും ഇതേപോലെ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. എങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് ഒരു ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല കേട്ടോ ഈ പ്രോബ്ലം. ഓക്കെ, ഈ രണ്ട് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലില്ല. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് വൺസ്. ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് x - a = t എന്ന് എടുക്കുക. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ താഴത്തെ വന്നിട്ട് എന്ത് എഴുതാം? താഴത്തെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ t എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. മേളിൽ നമുക്ക് എന്ത് എഴുതാം? മേളിൽ സൈൻ എക്സിന് പകരം എന്ത് എഴുതും? x = a ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ദെൻ a + t എന്നോ അല്ലെങ്കിൽ t + a എന്നോ അങ്ങനെ എഴുതാം. എന്നിട്ട് നമുക്ക് അതിനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. ബിക്കോസ് ഇത് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യണം. ഏത് ഫോർമുലയാണ്? cos a cos b, not cos a cos b, സോറി, sin a + b എന്നുള്ള ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യണം. വേർ
സൈൻ എ പ്ലസ് ബിൻ്റെ ഫോമുല എന്താ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ ആൻസർ കിട്ടണം. ഇത് നോക്കട്ടെ, ഇത് ഞാൻ ലാസ്റ്റിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഇറ്റ്സ് ഗുഡ്, അതർവൈസ് ഐ വിൽ ബി ജസ്റ്റ് പുട്ടിങ് ഇറ്റ് അറ്റ് ദ ബാക്ക്. ഫൈൻ, നിങ്ങൾ അതിൻ്റെ റെഫർ ചെയ്താൽ മാത്രം മതി, ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിലില്ല ഈ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇഫ് യു ആർ ഗെറ്റിംഗ് സച്ച് ആൻ ആൻസർ ഇറ്റ് ഈസ് ഗുഡ്. അതിൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടുന്നത് ഇങ്ങനെയാണ്: എക്സ് കോസ് എ മൈനസ് എ cos A plus sin A log then sin x minus A plus C എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇതാണ് നിങ്ങൾക്ക് ബിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ സെയിം തിങ്. ഫൈൻ. ദെൻ ഓൺ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെയാണ്. നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ വേറൊന്നും പറയുന്നില്ല, ഇറ്റ്സ് ദ സെയിം ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഡൗട്ട് വല്ലതാണെങ്കിൽ റെഫർ ചെയ്യുക എക്സാമ്പിൾ 24. ഓക്കെ, എക്സാമ്പിൾ 24 യുവർ പേജ് നമ്പർ 329. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലത്തെ ഈ ഒരു ക്വസ്റ്റ്യനും ജസ്റ്റ് ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനത്തെയാ? റൂട്ട് ഓഫ് ഫസ്റ്റ് നമ്പർ വരുന്നത് എന്ന് വെച്ചാൽ 3 മൈനസ് അല്ലെങ്കിൽ 2 മൈനസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹോൾ സ്ക്വയർ നമുക്ക് വെളിയിൽ അല്ലെങ്കിൽ ലാസ്റ്റിലോട്ട് വരുന്നത്. ഓക്കെ, ഇതിനൊന്ന് ചെയ്യാൻ കുറച്ച് ഒന്ന് ചിലർക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദിസ് ക്വസ്റ്റ്യൻ. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. ഫൈൻ. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യുവർ ആൻസർ വിൽ ബി 1/110. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കാം. എനിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ യുവർ ബി. ഓക്കെ, എയും ബിയും ഉണ്ട്. ബി എന്ന് വെച്ചാൽ ലിമിറ്റ് ഓഫ് ദ സം തന്നെയാണ്, ലിമിറ്റ് ഓഫ് ദ സം. അപ്പോൾ ലിമിറ്റ് ഓഫ് ദ സം നമ്മൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. ജസ്റ്റ് ട്രൈ ഫോർ ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് ഓഫ് ദ സം എന്തായാലും ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദാറ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഐ തിങ്ക് യു ഹാവ് ഡൺ ഇനഫ് വിത്ത് ദിസ്. സോ 5-year ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്തൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇതുവരെ നമ്മൾ 5 ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. യു ഗൈസ് ഹാവ് സോൾവ്ഡ് ഇറ്റ് ഐ തിങ്ക്, because it's pretty important for you to at least solve 5 question papers. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടും നമുക്ക് ഓരോരോ ചാപ്റ്ററിൻ്റെ നമുക്ക് ചെയ്യാം, അതവിടെ ഇരിക്കട്ടെ. ഇൻറ്റഗ്രേഷൻ തന്നെ തുടങ്ങിയത് ബിക്കോസ് എല്ലാവരും ഇൻറ്റഗ്രേഷൻ തന്നെയാണ് ഇപ്പം നോക്കുന്നതെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ തുടങ്ങിയത്. ബിക്കോസ് ഓൾമോസ്റ്റ് 10 to 11 മാർക്സിന് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ ഇറ്റ്സ് പ്രിറ്റി ഹാൻഡി. ഓക്കെ, ബിഗ് നമ്പറാണ്. ഓക്കെ, എല്ലാ ചാപ്റ്ററിനെ പോലെ അല്ല, ഇത് കുറച്ചും കൂടെ ഒരു വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത്. ഇത് കുറേ എക്സസൈസും ഉണ്ട്, അതുകൊണ്ട് ഐ തിങ്ക് യു ആർ പ്രിറ്റി ഓക്കെ വിത്ത് ഇറ്റ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു പ്രാക്ടീസ് ദ എക്സാമ്പിൾ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് I do feel some of the questions are too important, so I will be giving you a set of questions. അത് എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊള്ളുക. ദാറ്റ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വാട്ട് ഐ ക്യാൻ ഗെറ്റ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഓരോ വർഷവും ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട്. അപ്പം ഇപ്പം ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് നിങ്ങൾ എക്സാമൊക്കെ എഴുതുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ വർഷം മിക്കവാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് ഓൾസോ വളരെ ഈസി ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എന്നുള്ളത്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്. എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ടേക്ക് ഡൗൺ ദാറ്റ് വൺ. അപ്പോൾ ദീസ് ആർ ദ സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വാട്ട് ഐ ഫീൽ ഇറ്റ് ലൈക്ക് ഈ ഒരു വർഷത്തെ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്, അല്ലെങ്കിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻസാണ്. സേ ഫോർ അതേപോലത്തെ എന്ന് പറയാൻ കാരണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ വർഷം വരും. ഓക്കെ, ഒരു നമ്പർ then your x square is coming at the back. okay, x square ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ ഇതെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദീസ് വൺസ്. 4 മാർക്കിന് ചോദിക്കാം. 0 to pi log tan x dx എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെ എക്സസൈസ് നിങ്ങളെ പ്രോപ്പർട്ടീസിനകത്തുണ്ട് ഇത്, അതുകൊണ്ട് ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. Then these questions and all, and this one over here, either
നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എക്സ് സ്ക്വയർ വെളിയിലെടുക്കാം. എന്നാൽ 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഇവിടെയും 1 പ്ലസ് എക്സ്, ഇവിടെയും 1 പ്ലസ് എക്സ്. അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ട് എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യനാണിത്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് മാർക്കറ്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ആൻഡ് ദിസ് വൺ ഇസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതിപ്പം ഞാൻ മേളത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഓൾമോസ്റ്റ് ലൈക്ക് ടാൻ ലോഗ് ടാനിൻ്റെ വരുന്ന പ്രോബ്ലമാണ് കേട്ടോ. ഈ രണ്ട് ക്വസ്റ്റ്യനും ഒന്ന് ശ്രദ്ധിച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്നിട്ട് ഓവർ ഹിയർ ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ദിസ് വൺ. ഓക്കെ, ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ, അതൊന്ന് ചെയ്യണം, ചെയ്ത് നിങ്ങൾ നോക്കണം അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കറക്റ്റ് കേട്ടോ. ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വർഷം വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇത് 2 മാർക്കിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് എക്സ് സ്ക്വയർ e⁻x³ dx എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. 2 മാർക്കിനൊക്കെ ഇത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് എന്തായാലും ഒന്ന് നോക്കിയോളാം, ചെയ്യുക. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇത് പ്രൂവ് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, എന്തായാലും ഒന്ന് ചെയ്യുക. പിന്നെ ഈ 2 പ്രോബ്ലം ഇത് ഞാൻ ഓൾറെഡി എക്സസൈസ് ചെയ്ത പേര് പറഞ്ഞു. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദിസ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ആൻഡ് ദിസ് വൺ ടു എന്തായാലും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് എന്തായാലും ചെയ്തോളുക. ഐ ഫീൽ പേഴ്സണലി ദാറ്റ് ഇതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കണം ഈ വർഷം ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദീസ് ക്വസ്റ്റ്യൻസ്. ദിസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആസ് പെർ ദിസ് ഇയർ ഇസ് കൺസേൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് തന്നെ ആയിരിക്കണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊള്ളുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊള്ളുക, ഇതിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊള്ളുക. ഇഫ് എനി ഡൗട്ട് ആസ് കീപ്പ് ഓൺ ലൈക്ക് സെയിങ് കോൺടാക്ട് മീ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ വിൽ ബി പുട്ടിങ് ഇറ്റ് സോ ദാറ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ടെക്സ്റ്റ് ബുക്കിനകത്തും അല്ലെങ്കിൽ എക്സാമ്പിൾസിൻ്റെ അവിടെയും, അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്ത് വിടാം. ഇഫ് സമ്മൺ വോണ്ട് ടു റെഫർ, അത് റെഫർ ചെയ്യാന്നുള്ള ആണ്. അപ്പോൾ ദിസ് ഇസ് സം വാട്ട് വിച്ച് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട്. എക്സാമ്പിൾസ് നിങ്ങൾ എല്ലാത്തിൻ്റെയും ചെയ്യണം. ബേസിക്കലി ഇൻ്റഗ്രൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എക്സാമ്പിൾസ് ചെയ്യുക, എക്സാമ്പിൾസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദാറ്റ് വൺ. ഓക്കെ, അത്രയും തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലായിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ 5 വർഷം ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവും ചാൻസ് ഉള്ള ഞാൻ സോൾവ് ചെയ്ത് തരാം. പിന്നെ നമുക്ക് ലിമിറ്റ്സ് ഓഫ് എ സമ്മിൻ്റെ ഞാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. ലെറ്റ്സ് സി. അപ്പോൾ മാർച്ച് 2019 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്. ഓക്കെ, ഇൻ്റഗ്രൽ 2x + 4/x² + 3x + 1 dx ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതേപോലൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ പവർ മേളത്തെങ്ങാട്ടി കൂടുതലാണോ നോക്കുക. ഓക്കെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമുക്ക് നോക്കുക താഴത്തിൻ്റെ ഡിഫറൻസിയേഷൻ മേളിൽ കിടപ്പുണ്ടോ എന്ന് നോക്കുക. അത് രണ്ടാമത്തെ കാര്യം ആലോചിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇതുണ്ടോ. ഇപ്പം ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറലി ഇത് ഏത് ഫോം വരും എന്ന് പറയുമോ, നമ്മൾ px/q ax² + bx + c ഫോമിൽ dx ഇങ്ങനത്തെ ഒരു ഫോമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചേ, നമ്മൾ px + qന് we need to change in which way. നമുക്ക് ഏത് വേയിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. നമുക്ക് മേളത്തെ ന്യൂമിനേറ്ററിനെ a ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് നമ്മൾ ഏതാ ഡിനോമിനേറ്റർ വിച്ച് ഈസ് ax² + bx + c പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ബേസിക്കലി നമുക്ക് ഈ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു px + qന് നമുക്ക് മാറ്റുക, ചേഞ്ച് ഇൻ ദിസ് വേ. അപ്പം ഇങ്ങനെ വലിയ ഫോർമുലയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ പോലും നമ്മൾ ആക്ച്വലി ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യമാണ്. ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഏതിനെയാ ഇവിടെ പറയുന്നില്ല ഡിഫറൻഷ്യേറ്റിംഗ്, ഇത് ഡിനോമിനേറ്റർ. അപ്പോൾ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ സ്റ്റെപ്പ് എഴുതി പറയുന്ന കേട്ടോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടി. ഇതിനെ ഞാൻ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2x + 3 എന്ന് പറഞ്ഞ് കിട്ടും. മേളിൽ നോക്കിയാൽ അതുണ്ടോ 2x + 3? അതില്ല. പക്ഷേ അത് ആക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്, നമുക്ക് 2x + 4 കിടന്നതിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് 2x + 3 + 1 എന്ന് എനിക്ക് എഴുതിക്കൂടെ. അപ്പോൾ ഒരു 2x + 3 അവിടെ കിടക്കുമല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതും ഇതും എല്ലാം ഒന്ന് തന്നെ വരും കേട്ടോ. ഇവിടെ നോക്കിയാൽ ഈ ഫോമിൽ ഈ a ഇൻറ്റു ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ എൻ്റെ വാല്യൂ 1 വരും.
1 ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഡിനോമിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഡിഫറൻസിയേഷൻ ഓഫ് ഡിനോമിനേറ്റർ ഇതാണ്, പ്ലസ് ബി എന്ന് വെച്ചാൽ 1. അത്രേ ഉള്ളൂ. എയും ബിയും നിങ്ങൾ ചെയ്തു വരുമ്പോഴും ഇങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പം ഏത് രീതിയിൽ വേണോ നിങ്ങൾ ആലോചിക്കുക, ചെയ്യുക. അങ്ങനെ ഇത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അടുത്ത സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ നിർബന്ധമാണ്. വാട്ട് യു നീഡ് ടു റൈറ്റ് ഓവർ ഹിയർ ഇസ് 2x പ്ലസ് 3 ഇവിടെ എഴുതിയ പോലെ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ആണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇനി അടുത്ത് എന്തെഴുതണം? ഇൻറ്റഗ്രേഷൻ സൈന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇതേതാ? 2x പ്ലസ് 3 ബൈ ഡിനോമിനേറ്റർ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 dx, അതൊന്ന്, പ്ലസ് നിങ്ങൾ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 dx വേറൊന്ന്. ഫൈൻ, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇതിൻ്റെ വളരെ ഈസിയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, ബിക്കോസ് ഇതിൻ്റെ ലോഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ആണല്ലോ മുകളിൽ കിടക്കുന്നത്. അപ്പം മേളിൽ കിടക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇഫ് യു സീ എ ഡിഫറൻസിയേഷൻ ഓൺ ദ ന്യൂമിനേറ്റർ, ഓക്കെ, ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻസിയേഷൻ ഓൺ ദ ന്യൂമിനേറ്റർ, ദെൻ യു ക്യാൻ റൈറ്റ് ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ലോഗിനകത്ത് എഴുതിയാൽ പോരെ, അതാണ് എൻ്റെ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ അത് നമുക്ക് പിന്നെ വേണമെങ്കിലും ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്കൊന്ന് പെർഫെക്റ്റ് സ്ക്വയറിലാക്കണം. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ് ദിസ് വൺ ഓവർ ഹിയർ. വേണമെങ്കിൽ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എഴുതി പോകാം കേട്ടോ, നോ ഇഷ്യൂസ്. ഞാനിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ എഴുതാം, ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് വിൽ ബി ഗുഡ്. 1 ബൈ ഇതിനെന്താ ചെയ്യേണ്ട? എക്സ് സ്ക്വയർ പ്ലസ്, ഇത് കുറേ പ്രോബ്ലം നമ്മൾ ഇപ്പം നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലകത്ത് നോക്കിയ പല സ്ഥലത്തും നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് അല്ലെങ്കിൽ നമ്മളൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ മിഡിൽ ടേമിൻ്റെ ഹാഫ്, അതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്ത് വേണം നമുക്ക് ആഡും സബ്ട്രാക്റ്റും ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ടേം അവിടെ തന്നെ കാണും. അടുത്ത തേർഡ് വൺ വുഡ് ബി ഇത്, അതിൻ്റെ ഹാഫ് ഹോൾ സ്ക്വയർ, എന്നിട്ട് 1 അവിടെ തന്നെ ഉണ്ട്. അതേപോലെ ഇത് ആഡ് ചെയ്യണമെങ്കിൽ സബ്ട്രാക്റ്റും ചെയ്യണ്ടേ. അപ്പോൾ സബ്ട്രാക്ട് വാട്ട്? 9/4 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോൾ സ്ക്വയറിൻ്റെ അത് തന്നെയല്ലേ. അപ്പോൾ 3/2 ഫൈൻ. അപ്പോൾ ഇതാണ് dx. അപ്പോൾ വാട്ട് ഐ വിൽ ഗെറ്റ് ഫ്രം ഹിയർ, ഇവിടെ നിന്ന് എന്താ കിട്ടുക? നമുക്കൊന്ന് എഴുതാം കറക്റ്റായിട്ട്. ഇത് 2x പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 dx, അതുണ്ട്. ഇത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന്, ഇത് ഫോർമുല അല്ലേ 3/2. ഓക്കെ, ഇതെന്താണെന്ന് എഴുതാം നമുക്ക്? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പം എക്സ് പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ബൈ 2 എടുത്ത് ഹോൾ സ്ക്വയർ എടുത്തത് കേട്ടോ. പ്ലസ് ഇഫ് യു ചെക്ക് ദിസ് വൺ 4 വരും. 9 നിന്ന് 4 പോകുമ്പോൾ ഇറ്റ് വിൽ ബി മൈനസ് 5/4. -5. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എഴുതാം നമുക്ക്. ഇനി അടുത്തത്, ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഇത് ഇൻറ്റഗ്രേഷൻ എഴുതി തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരുമിച്ച് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ എഴുതുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ എന്താ കാണിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ, യു ഹാവ് എ ഫോർമുല. എന്താണ് ഫോർമുല? ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എ സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ ആക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? √5 ആക്കും, എന്നിട്ട് 2 ദ ഹോൾ സ്ക്വയർ. ഒന്ന് ചെക്ക് ചെയ്തേ അല്ലേ? ദിസ് ദ വൺ. സോ യു നീഡ് ടു അപ്ലൈ നൗ എ ഫോർമുല. ഫോർമുല എന്താ? നമ്മൾ അതറിയണം കേട്ടോ. ഈ ഫോർമുലാസൊക്കെ ഇൻറ്റഗ്രേഷനിൽ അറിഞ്ഞില്ലെങ്കിൽ വളരെ വളരെ പാടാണ്. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ dx എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/2a. ഇനി അടുത്ത എന്താ പറഞ്ഞത്? അടുത്ത നമുക്ക് പറഞ്ഞത് ലോഗ്, ഇവിടെ എക്സ് മൈനസ് എ ആണെങ്കിൽ ഇവിടെയും എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. ഇതാണ് നമ്മളെ ഫോർമുല. ഈ ഒരു ഫോർമുലയിൽ ജസ്റ്റ് എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് ആൻസർ കിട്ടും. വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ ഇസ്, ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ലോഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1. അതൊരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞു, ഡൺ. ബിക്കോസ് അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും ഈ ഒരു ഫോമിലൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ അതിനെ ചെയ്തത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കിട്ടി, റൈറ്റ്. അടുത്ത ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ഈ ഒരു ഫോമിൽ നമുക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നോക്കാം. ഇതാണ് എ, റൈറ്റ്. ഇതാണ് √5/2 ആണ് നമ്മൾ എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോമുല വൈസ് 2 ഇൻറ്റു എ എന്താ? √5/2 അല്ലേ? ദെൻ ലോഗ്, യു ഹാവ് ഹിയർ എക്സിന് പകരം എക്സ് പ്ലസ് 3/2, ദെൻ എന് പകരം മൈനസ് √5/2.
by x plus 3 by 2 plus root 5 by 2 plus c. കഴിഞ്ഞു. ഓക്കെ, അടുത്ത ജസ്റ്റ് ഒന്ന് നേരെ എഴുതിയാൽ ഇറ്റ് വിൽ ബി ഇതും ക്യാൻസലായി. then I have 1 by root 5 തന്നെ ഉണ്ട് ഇവിടെ. എന്നിട്ട് ലോഗ് ഇതിനെ 2 ഹോൾ സ്ക്വയർ എടുത്തു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3 മൈനസ് റൂട്ട് 5. ഇപ്പം ബൈ ഞാൻ എഴുതാൻ വേണ്ടി പോകണം നോക്കിയോ കേട്ടോ. ഇതിൽ നിന്നും എടുക്കുമ്പോൾ 2x പ്ലസ് 3 പ്ലസ് റൂട്ട് 5. എവിടെ പോയി 2 ബൈ 2 എവിടെ പോയി? കട്ട് ചെയ്തിപ്പോയി, ക്യാൻസലായിപ്പോയി. സോ ദിസ് ഇസ് ഗോണ ബി മൈ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സേ 2018 തേർഡ് ക്വസ്റ്റ്യൻ. അതിനകത്ത് തേർഡ് ക്വസ്റ്റ്യനകത്ത് ബി. വളരെ ഈസിയാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലവർക്കൊക്കെ കൺഫ്യൂഷൻ തോന്നാം ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. ലൈക്ക് ഇവിടെ പെട്ടെന്ന് നമുക്ക് നോക്കാനുള്ളത് ആദ്യം എവിടം തൊട്ട് എവിടം വരെ. റേഞ്ചസ് ഫ്രം -π/2 to π/2. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ റേഞ്ച്. അപ്പം 0 to π/2 ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെയാണ്. 0 to π/2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഏത് പ്രോപ്പർട്ടി എന്നറിയാമോ? ബേസിക്കലി നമ്മൾ എഴുതത്തില്ല ഈ പ്രോപ്പർട്ടി വേണം മിക്ക ക്വസ്റ്റ്യനും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ, മിക്ക ക്വസ്റ്റ്യൻസും ഇങ്ങനെ ആയിരിക്കും, ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഏതാ a to b f of x, a to b അല്ല, 0 to a 0 to f of x dx is equal to 0 to a f of a minus x dx. ഈ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, ഫോർത്ത് പ്രോപ്പർട്ടി ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യല്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ -π/2 to π/2 അതാണ് നമുക്കിവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പം മിക്കവാറും നമുക്ക് ഒരു കോസൈൻ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് വെദർ ദേ ആർ ഈവൻ ഓർ ഓഡ് എന്ന് ചെക്ക് ചെയ്യുക. ഈവൻ ആണോ ഓഡാന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ അകത്തെ ഫംഗ്ഷൻ അല്ലേ, വിച്ച് ഇസ് കോസ് എക്സ് ആണ്. ഇപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ്? ദാറ്റ് മീൻസ് കോസ് ഓഫ് മൈനസ് എക്സ് അല്ലേ. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദിസ് ഇസ്, നമുക്കിവിടെ കിട്ടിയ എന്താ? എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം -a to a f of x dx that would be changed to 0 to a. പക്ഷേ ഇവിടെ 2 times. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു -a 0 അതിന് മിഡിൽ. അപ്പോൾ 2 സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ 0 to a എടുക്കുമ്പോൾ അതേപോലെ തന്നെയാണ് ഇങ്ങോട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 എടുക്കുന്നത്. 2 into 0 to a എന്നിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രം മതിയായിരിക്കും, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് കിട്ടും? ഇതിനെ 2, അപ്പോൾ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എന്ത് എഴുതാം? 2 -π/2 നമുക്ക് എന്തെന്നാ 0 to π/2. ഞാൻ അത് ഫുൾ എഴുതാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, കുഴപ്പമില്ല. 0 to π/2 അത് ചേഞ്ച് ആയത് 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തില്ലേ, അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തത്. 2 into 0 to π/2 പിന്നെന്താ വരിക? കോസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ നമുക്ക് കിട്ടി. ഫൈൻ, കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി അടുത്ത ഇതിനെ ജസ്റ്റ് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ജസ്റ്റ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോസ് എക്സിനെ ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ്. ഓക്കെ, സൈൻ എക്സ്, കോസ് എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ അങ്ങനെ എനിക്ക് അത് കിട്ടി. എനിക്ക് വന്നിട്ട് 0 to π/2. ഇനി ഞാൻ ഇടുന്നു, ദാറ്റ് ഈസ് π/2. പക്ഷേ ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു കോമൺ. സോ 2 into π/2. സോ ഇത് ക്യാൻസൽ ചെയ്തിട്ട് വാട്ട് യു വിൽ ഗെറ്റ് ഹിയർ ഇസ് പൈ. ഇതാണ് നമ്മളെ ആൻസർ ഫോർ ദ തേർഡ് ബി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ദെൻ. അതേ ക്വസ്റ്റ്യൻ തന്നെ സി പാർട്ടിനകത്ത് ചോദിച്ചിരിക്കുന്ന ലിമിറ്റ് ഓഫ് എ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? 0 to 1 x² + 1 dx. അപ്പോൾ ലിമിറ്റ് ഓഫ് എ സം അറിഞ്ഞിടാത്ത ആൾക്കാർ ജസ്റ്റ് ബി വെരി അറ്റൻറ്റീവ്. ഇത് ഒരു ഷോട്ടിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതും ഒരു e⁻ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഏത് തന്നെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ അറിയേണ്ടത് എ എന്താണെന്നുള്ളത് അറിയണം. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ, ഇത് താഴത്തെ ലോവർ ലിമിറ്റ്.
ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ കിടക്കുന്ന ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, അത് രണ്ടും ആദ്യം അറിയണം. പിന്നെ അറിയേണ്ട കാര്യമാണ് യുവർ ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് 0 ദാറ്റ് ഇസ് 1 ഒബ്വിയസ്ലി. എച്ച് എന്താണെന്ന് അറിയണം, ബിക്കോസ് ഓൾ ദീസ് തിങ്സ് നമ്മളെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതാണ് മെയിൻ. അപ്പോൾ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി മൈനസ് എ ബൈ എൻ ആണ്. അപ്പോൾ ബി മൈനസ് എ എന്ന് വെച്ചാൽ 1, അപ്പോൾ ബൈ എൻ, അതാണ് നമ്മളെ എച്ച്. ഇനി അടുത്ത നമ്മളെ ഫോർമുല, പൊതുവേ നമുക്ക് അറിയാവുന്ന ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ എക്സസൈസിൽ. നമ്മൾ ഓൾറെഡി എവ്രിതിങ് ഓൾ പ്രാക്ടിക്കൽ വേയിൽ അല്ലെങ്കിൽ അനിമേഷൻ്റെ രീതിയിൽ നമ്മൾ ഫുൾ അത് കണ്ടുപിടിച്ചാണ്, ഹൗ വി ഗെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഫോർമുല. അപ്പോൾ അതിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബി മൈനസ് എ അല്ലേ, ലിമിറ്റ് എൻ ഇസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ബൈ എൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, നോക്കിയേ എച്ച്, ഇവിടെ വരുന്ന എച്ചിൻ്റെ ബി മൈനസ് എ വെളിയിൽ പോയി, ഒരു 1 ബൈ എൻ അവിടെ കിടക്കുന്നു. ബിക്കോസ് എൻ അകത്തിടാൻ കാരണം വെളിയിൽ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് ഇസ് ജസ്റ്റ് എ നമ്പർ. പക്ഷേ 1 ബൈ എന്നിനകത്ത് ഈ എന്നിൻ്റെ ഇൻഫ്ലുവൻസ് വരും, അല്ലെങ്കിൽ എൻ എനിക്ക് അപ്ലൈ ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ അകത്തിട്ടത്. ദെൻ വാട്ട് ഐ ഹാവ് ഇൻസൈഡ് ഇസ് എഫ് ഓഫ് 0, then f of you can say like f of a, not 0 here, ഇവിടെ 0 ആണ്, f of a, പിന്നെ f of a plus, because ഈ ഫോർമുലയിൽ എഴുതുന്നത് f of a plus h plus f of a plus 2h അങ്ങനെ കൂടി പോകും. നമുക്ക് അതിൻ്റെ എല്ലാ വാല്യൂ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പ്ലസ് യു ഗോട്ട് ടു സീ ദ ഫൈനൽ വൺ ഇസ് എന്താണ്, അങ്ങോട്ട് പോയി a plus n minus 1 h. ഇതാണ് നമുക്കുള്ള ഫോർമുല. അപ്പോൾ ഇതിനെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 0 to 1 എക്സ് സ്ക്വയർ പ്ലസ് 1, ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ, ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ എന്തെഴുതാം, ബി മൈനസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി 1 എന്ന് കിട്ടി. 1 ലിമിറ്റ് എൻ ഇസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എച്ചിന് ഞാനിവിടെ ജസ്റ്റ് ഒരു നോട്ട്സ് പോലെ ഇടാം. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ അടിക്കില്ല. ഇതാണ് എച്ച് കേട്ടോ. യെസ്, ഇത് 1 ബൈ എൻ. ദെൻ വാട്ട് ഈസ് ദയർ ഇൻസൈഡ് എഫ് ഓഫ് എ എന്ന് വെച്ചാൽ എന്താ, എ 0. അപ്പം ഞാൻ ഇതൊന്നും കൂടെ ഇൻ ടേംസ് ഓഫ് 0യിൽ എഴുതാം. എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ്, ഇത് കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഇതിന് വേണം, ഇനി വേണം എനിക്ക് അപ്ലൈ ചെയ്യാൻ എക്സിനകത്ത്. ഇവിടെ 0 അല്ലേ, അപ്പോൾ ആ 0 ഞാൻ എഴുതുന്നില്ല. എച്ച് എന്താ വാല്യൂ, 1 ബൈ എൻ പ്ലസ് എഫ് ഓഫ് എ 0 അല്ലേ, അത് വേണ്ട, പ്ലസ് 2 ഇൻറ്റു എച്ച്, എച്ച് ഇസ് അഗെയിൻ 1 ബൈ, അപ്പോൾ 2 ബൈ എൻ എന്ന് കിട്ടി. പ്ലസ് ആസ് ഇറ്റ് ഗോസ് ഓൺ, ഇവിടെ എന്ത് പറ്റും, എഫ് ഓഫ് എ 0 ആണ്, അത് വേണ്ട, പിന്നെ എൻ മൈനസ് 1, എച്ച് എന്താ ബൈ എൻ, 1 ബൈ എൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി. യെസ്, നൗ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ എനിക്ക് ഈ എക്സിനകത്ത് ഇൻപുട്ട് ചെയ്യണം. ഏതാണ്, ഈ ഫംഗ്ഷനകത്ത് എനിക്ക് ഇൻപുട്ട് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷനകത്ത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. 1 എഴുതണ്ടല്ലോ, ലിമിറ്റ് എൻ ഇസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ബൈ എൻ. ഓക്കെ, എന്നിട്ട് എഫ് ഓഫ് 0 ഉണ്ട്. അപ്പോൾ ഈ 0ൻ്റെ ഇതിനകത്തോട്ട് ഇടാം, ഈ ഫംഗ്ഷൻ്റെ അകത്തോട്ട്. സോ ഇറ്റ്സ് ഗോട്ട് ബി 1. അപ്പോൾ ഇവിടെ 1 കിട്ടി. ഏതിനകത്താ, നമ്മളെ എക്സ് സ്ക്വയർ പ്ലസ് 1, അതിനകത്ത് 0 ഇടുമ്പോൾ ഇത് 0 ആകുമ്പോൾ എന്ത് പറ്റും, 1 എന്ന് കിട്ടിയില്ലേ. യെസ്, അതാണ് ഈ 1. പ്ലസ് എഫ് ഓഫ് 1 ബൈ എൻ, 1 ബൈ എൻ ഇതിനകത്ത് ഇടണം. 1 ബൈ എൻ ഇതിനകത്ത് ഇടുമ്പോൾ എന്ത് കിട്ടും, ആസ് വോട്ട് യു ഗെറ്റിംഗ്, ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ അവിടെ 1 ബൈ എൻ വന്നു, അപ്പം 1 ബൈ എൻ സ്ക്വയർ എന്ന് വന്നു. അല്ലെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ഇങ്ങനെ വേണമെങ്കിൽ തിങ്ക് ചെയ്യാം, 1 സ്ക്വയർ ബൈ എൻ സ്ക്വയർ. പിന്നെ ഒരു പ്ലസ് 1 കൂടെ ഉണ്ട്, പ്ലസ് 1 അതേപോലെ. പ്ലസ് ഇത് രണ്ടും ഏതിനാ, ഇതിൻ്റെയാണ്. അടുത്ത ഇതിനാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ടേമിനും അങ്ങനെ വരും. അപ്പം ഇവിടെ 2 ബൈ, അപ്പോൾ ഒന്ന് എഴുതി നോക്കിയാൽ 2 സ്ക്വയർ ബൈ എൻ സ്ക്വയർ പ്ലസ് പിന്നെ 1 വരും, അത് ഇതിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് കൂടി ഏതുവരെത്തും, ഇവിടെ എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരണ വരെ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അത്രയേ ഉള്ളൂ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഫോം എഴുതി കഴിഞ്ഞ ശേഷം കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ഇറ്റ് മാൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ലിമിറ്റ് എൻ ഇസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി, യാ, ദെൻ 1 ബൈ എൻ, ഇവിടെ എന്താ
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ഇവിടെ ഒരു 1 ഉണ്ട് കേട്ടോ, +1 ഞാൻ വിട്ടുപോയി, +1 ബിക്കോസ് അതും ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ ശേഷം +1 വരില്ലേ. അപ്പോൾ ഓരോന്നിനകത്തും 1 അങ്ങനെ ലാസ്റ്റ് വരെ വരും. സോ യു ഗെറ്റ് ടു സീ 1 + 1 + 1 + 1 അങ്ങനെ എത്ര n ടേംസ്. എത്ര ടേംസ് ഉണ്ടോ അത്രമാത്രം നമുക്ക് n വരും, 1s വരും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതാനുണ്ട്? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. പ്ലസ് വുഡ് യു ഹാവ് ഹിയർ, ഇതൊന്ന് നോക്കിയേ, ഈ ഒരു ടേം അതേപോലത്തെ വരുന്ന ടേംസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഒന്ന് എഴുതാം ജസ്റ്റ്, എന്നിട്ട് പിന്നെ ഒന്ന് ആലോചിക്കാം. 1 + 1² / n² + 2² / n² പ്ലസ് അങ്ങനെ പോയി ഏതാ n - 1² / n², അല്ലേ? യെസ്, ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n is tending to infinity 1/n. ഇതിനെന്തെഴുതാം? ഇത്ര മാത്രം, that is n, 1 into that many n, that is n. okay, 1 into that many n is n, അല്ലേ? ഇപ്പോൾ 2 ആയിരുന്നെങ്കിൽ 2 + 2 + 2 + 2 + ആയിരുന്നെങ്കിൽ 2 into n. ഇവിടെ പ്ലസ് ദിസ് ഗോണ ബി, ഇവിടെ നിന്ന് എന്ത് നമുക്ക് കോമൺ വെളിയിലെടുക്കാം? ഇവിടെ n² വെളിയിലെടുത്തൂടെ? ഒന്ന് ആലോചിച്ചേ, n². what I'm getting inside, ഇവിടെ ഇങ്ങനെ ആയില്ലേ, 1² + 2² + 3² പ്ലസ് അങ്ങനെ പോയി യു ഹാവ് n - 1 the whole square. അപ്പം നമ്മൾ സീക്വൻസിനകത്ത് നമ്മൾ എന്താ പഠിച്ചേ? നമ്മൾ സ്ക്വയർ, ഓക്കെ, സ്ക്വയേഴ്സ് ഓഫ് ദ നാച്ചുറൽ നമ്പർ, അതിനെ നമുക്ക് ഫോർമുല പഠിച്ചില്ലേ? വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇവിടെ ഓക്കെ n - 1 n 2n - 1 ഇതാണ് നമ്മളെ ഫോം ബൈ 6. ഇതാണ് നമുക്ക് കിട്ടുക. ഏതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഇതിനെ. ഈ ഒരു ഫോം വേണം പഠിച്ചോളുക, പഠിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഫോർമുലാസ് എല്ലാം നോക്കുക. ഓക്കെ, ആ എക്സസൈസിൽ പോയി ആ ഫോർമുല നോക്കുക, അത് പഠിക്കുക. എന്നിട്ട് ഇതിനെ സോൾവ് ചെയ്താൽ മാത്രം മതി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് നമുക്ക് n-ന് നമുക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. ദാറ്റ് ഈസ് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ എന്താ? ലിമിറ്റ് n is tending to infinity, ഇവിടെ വന്നിട്ട് n, ഇവിടെ ഒരു n² n കൂടെ ക്യാൻസലായി. ഇവിടെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 1 + 6 അവിടെ കിടക്കട്ടെ, 6 വെളിയിൽ വരും, കുഴപ്പമില്ല, വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ what I will get here is 2n², ഇവിടെ -2n വരും, -2n, ഇവിടെ ഒരു n, അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് -3n, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് +1, +1 by 6 that's equal to limit n is tending to infinity. ഇവിടെ എന്താ? ഇവിടെ നിന്ന് എനിക്ക് ഒരു n² വെളിയിലെടുക്കണം. എനിക്കിവിടെ ഒരു 1/n ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു 1/n വിട്ടു, ഒരു 1/n. ഇവിടെ നിന്ന് എനിക്കൊരു n² വെളിയിലെടുത്തെന്ന് വെച്ചോ. ഇവിടെ നിന്ന് ഒരു n² വെളിയിലെടുത്താൽ കഴിഞ്ഞാൽ 2 ഇല്ലല്ലോ, 2 - 3/n + 1/n², ബിക്കോസ് അവിടെ n² ഒന്നും ഇല്ലല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് n, ഇവിടെ ഒരു n ഉള്ളതുകൊണ്ട് n എടുത്തു, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് n² എടുത്തു. യു ഹാവ് യുവർ 6. ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഫൈൻ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓക്കെ, നമുക്ക് അവിടെയും കൂടെ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഒരു സ്റ്റെപ്പും കൂടെ. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ മേളിൽ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n is tending to infinity 1/n ഉണ്ട്, റൈറ്റ്? എന്നിട്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതിനെ നമുക്ക് ഇവിടെ നമുക്ക് n² ഉണ്ട്, ഒരു n ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി. ഇവിടുത്തെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n അല്ലേ പോയുള്ളൂ, ഒരു n മിച്ചമല്ലേ, അപ്പോൾ ഇവിടെ ഒരു n ഉണ്ട്, അതാണ് ഞാൻ വിട്ടുപോയത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു n-ഉം ഈ ഒരു സ്ക്വയറും ക്യാൻസലായി പോകും. അത് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നാൻ കാരണം എന്താണ്? അവിടെ ഒരു n മിച്ചം ഉണ്ടല്ലോ എന്ന്. ബിക്കോസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ആർ സെയിം. അവിടെ ഈ ഒരു ക്യാൻസലേഷൻ എന്തായാലും വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൺഫേം ആയിട്ട് ഞാൻ നോക്കിയത് അവിടെ ഒരു n മിസ്സിങ് ആണല്ലോ എന്ന്. ഓക്കെ, എന്തായാലും അത് ക്യാൻസലായി പോകും. പിന്നെ ഈ രണ്ട് ടേമിൻ്റെയും കോമൺ ആയിട്ട് എനിക്ക് n വേണമെങ്കിൽ വെളിയിലെടുക്കാം. ഇഫ് ഐ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ഈ രണ്ട് ടേം, ഇതും
ഈ ഒരു ഫുൾ അതിൽ നിന്ന് n കിടക്കല്ലേ, ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്, അത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ ഇസ്, അത് വെളിയിലെടുത്തെന്ന് വെച്ചോ കോമൺ ആയിട്ട്. ഓക്കെ, അത് ഇതുമായിട്ട് ക്യാൻസൽ ആയി പോകും, അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഇവിടെ വന്നിട്ട് ഒരു കോമൺ ആയിട്ട് വെളിയിൽ പോയപ്പോൾ ഇവിടെ ഒരു 1 മിച്ചം വന്നു, ഇവിടെ നിന്നും ഒരു n പോയപ്പോൾ 1/n പ്ലസ് 1/6 വന്നു. ഓക്കെ, ഇത് ബ്രാക്കറ്റിനകത്ത്, ഓക്കെ ബ്രാക്കറ്റിനകത്ത് യു ഹാവ് ടു -3/n പ്ലസ് 1/n² എന്ന് ഉണ്ട് ബ്രാക്കറ്റിനകത്ത്. ഇനി നമുക്ക് ഓക്കെ n ക്യാൻസലായി, ഇനി ഒന്ന് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്തേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ അർത്ഥം, 1/n വരുന്ന എല്ലാം ടെൻഡ് ടു 0. ഇപ്പം വെൻ n ഇസ് അപ്രോച്ചിങ് ടു ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 1/n goes to 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമും എന്ത് പറ്റും, 0 ആവും എന്നർത്ഥം. അപ്പോൾ വാട്ട് ഐ എം ഗെറ്റിംഗ് ഹിയർ വെൻ യു അപ്ലൈ, അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 1 പ്ലസ് ഇവിടെ 1/6 ഉണ്ട്, പിന്നെ അകത്ത് നിന്ന് കിട്ടുന്ന എന്താ, ജസ്റ്റ് 2 കിട്ടും. ഇതും ക്യാൻസൽ ചെയ്യുക, യു വിൽ ഗെറ്റ് 3. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എന്താ സോൾവ് ചെയ്ത ആൻസർ കിട്ടും, 1/3. ദാറ്റ്സ് ഈക്വൽ ടു ഇത് 3 + 1 is 4/3. സോ ദിസ് ഈസ് ഹൗ യു എൻഡ് അപ്പ് വിത്ത് 4/3 ആസ് ആൻ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ഫൈൻ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നതും. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഇതേ പാറ്റേൺ തന്നെയാണ്. ഒരു റേസ്റ്റ് വരുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഒരു മാറ്റം വരും. ദാറ്റ് ഈസ് വാട്ട് യു ജസ്റ്റ് നീഡ് ടു ലേൺ ഇറ്റ്. വൺസ് ദാറ്റ് ഈസ് ഓൾസോ ഡൺ ദെൻ ഇറ്റ് ഈസ് ഗോണ ബി വെരി ഈസി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ മാർച്ച് 2015 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലൈറ്റ് ബിറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. x - a ഞാൻ t ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി x ഇസ് ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ a + t എന്ന് എഴുതാം, അല്ലെങ്കിൽ t + a എന്ന് എഴുതാം, എങ്ങനെയാണോ എഴുതാം. ഓക്കെ, t + a നോ പ്രോബ്ലം. ഓക്കെ, t + a ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണോ എഴുതാം. ഓക്കെ ഫൈൻ. നൗ അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് i ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഇൻ യുവർ i വിൽ ബി സൈൻ, ഇതെന്താ t + a ബൈ ഇതെന്താ പറ്റും, സൈൻ t അല്ലേ, d. നൗ ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഫ് യു ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി dx is equal to dt. ഓക്കെ അല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് dt എന്ന് എഴുതിക്കൂടെ, എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മേളത്തെ നമ്മളെ ഫോർമുല എന്താണ്, സൈൻ a + സൈൻ b. അതിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ സൈൻ a cos b പ്ലസ് cos a സൈൻ b. അതാണ് നമ്മുടെ ഫോർമുല. ബൈ യു ഹാവ് സൈൻ t dt അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഇതെന്താ കിട്ടുക, ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ t cos a ബൈ സൈൻ t dt പ്ലസ് ഇൻ്റഗ്രൽ cos t സൈൻ a dt ബൈ യുവർ സൈൻ t. യാ, അപ്പോൾ ഇതിൽ നിന്ന് ഇത് രണ്ടും ക്യാൻസലായി പോകും. ഡു വി ഹാവ് എനിത്തിങ്, ഇല്ല. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നിങ്ങൾ കോട്ടെന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് എന്താ, ഇതിൽ നിന്ന് ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതുന്നതേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം വാട്ട് ഹാപ്പൻ ടു ദിസ് വൺ. ഇതും വന്നിട്ട് കോട്ട് cot t, right, cot t, then over here എന്താ sin a dt. ഇനിയിപ്പം ഇവിടെ cos aയും sin aയും what are these, അതെന്താ, അതെന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റ്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. സോ ദാറ്റ് വിൽ ഗിവ് മീ, ഇത് വെളിയിൽ പോവും. സോ ഇറ്റ് വിൽ ബി cos a need to integrate with dt പ്ലസ് sin aയും വെളിയിൽ പോവും, sin a വിത്ത് ഈ കോട്ടിനെ നമുക്ക് ഇങ്ങനെ എഴുതണമെന്നില്ല കേട്ടോ. യു ക്യാൻ സ്റ്റിൽ പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്, cos t ബൈ sin t, ബിക്കോസ് sin tൻ്റെ ഡിഫറൻസിയേഷൻ മേളിൽ കിടപ്പില്ലേ. യാ, സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വാട്ട്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് t പ്ലസ് ദിസ് വൺ വിൽ ബി sin a ഉണ്ട്, ഇതിനെ ചെയ്യുമ്പോൾ log sin t പ്ലസ് c. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഈക്വൽ ടു cos a t എന്താ, t is x മൈനസ് a. അപ്പോൾ ഇത് x മൈനസ് a കിട്ടും. പ്ലസ് യു ഹാവ് ഹിയർ sin a ഉണ്ട്, പിന്നെ log ഇതിനകത്ത് എന്താ sin tക്ക് പകരം sin x മൈനസ് a പ്ലസ് c. യാ, ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഇത് വേണമെങ്കിൽ ഫ്രണ്ടിൽ എഴുതാം. ഇറ്റ്സ് അപ് ടു യു. cos a പ്ലസ് sin
a log ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം sin x minus a plus c. Yeah, that's it. That's the answer for this particular question. Fine. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ. ഇതിനകത്ത് വലിയ ഫാൻസി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്തുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്, ഏതൊക്കെ പോർഷൻസ് ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് നിങ്ങൾ നോക്കാനുള്ളത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ വെളിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഹൗ ടു കമ്പയർ വിത്ത് യുവർ ആൻസർ വെദർ യു ഗോട്ട് ദ റൈറ്റ് ആൻസർ ഓർ നോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് ലൈക്ക് അറ്റ്ലീസ്റ്റ് സം got അറ്റ്ലീസ്റ്റ് സം ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് മീ ഇഫ് യു റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് ഇഫ് യു വോണ്ട് മോർ വീഡിയോസ് ടു ബി മെയ്ഡ് ലൈക്ക് സച്ച് എ ഫാഷൻ ദെൻ ടെൽ മീ. ഇതേപോലത്തെ തന്നെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ നിങ്ങൾ റെസ്പോൺസിനനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. Without that I won't do anything. Okay, so without much, after your response we will be doing the second, that would be most probably vector or 3D geometry we will start off with, okay, in the next course. Then until then, this is Arun here. Take care.